الحمد لله الحمد لله الواحد القهار غافر الذنب وقابل التوب شديد العقاب ذي الطول لا إله إلا هو إليه المصير نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. വേദിയിലെ വിശിഷ്ടരായ വ്യക്തിത്വങ്ങളെ, സദസ്സിലെ പ്രിയ നിറഞ്ഞ രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കുട്ടികളെ, പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തിൻ്റെ സകലവിധ കരുണാകടാക്ഷങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും ദൈവം തമ്പുരാൻ വർഷിക്കുമാറാകട്ടെ. സമൂഹ സൃഷ്ടിയിൽ സ്ത്രീയുടെ പങ്ക് വിഷയം ആനുകാലിക പ്രസക്തി നേടിയത് എന്ന് ആരോടും പറഞ്ഞറിയിക്കേണ്ടതില്ല. പ്രിയം നിറഞ്ഞ രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ദൈവം അവന്റെ സൃഷ്ടികളിൽ മനുഷ്യ സൃഷ്ടി നടത്തിയപ്പോൾ തന്നെ രണ്ട് ജാതിയെയാണ് അവൻ സൃഷ്ടിച്ചത്. അതൊന്ന് ആൺജാതിയും മറ്റൊന്ന് പെൺജാതിയുമാണ്. ആദം എന്ന ആദ്യത്തെ മനുഷ്യനെ, ആദ്യത്തെ പ്രവാചകൻ ആയി മനുഷ്യ സമൂഹത്തിന്റെ ഒന്നാമത്തെ മനുഷ്യനായി ദൈവം പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹത്തിൽ നിന്നു തന്നെ അവൻ ഒരു ഇണയെ സൃഷ്ടിച്ചു കൊടുത്തു. അവരായിരുന്നു ഹവ്വ എന്നറിയപ്പെടുന്ന ആദ്യ മാതാവ്. മനുഷ്യാരംഭം മുതൽക്കു തന്നെ സ്ത്രീ എന്ന ഈ വ്യക്തിത്വത്തിന് ദൈവം സ്ഥാനവും മഹിമയും കടമയും കടപ്പാടുകളും നിർണയിച്ചു കൊടുത്തിരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ സാക്ഷ്യവും തെളിവും വിശുദ്ധ ഖുർആൻ, അതുപോലെ തന്നെ മറ്റു വേദഗ്രന്ഥങ്ങളൊക്കെയും നമ്മുടെ മുമ്പിൽ സമർപ്പിക്കുന്നുണ്ട്. സ്ത്രീയില്ലാതെ പുരുഷനോ പുരുഷനില്ലാതെ സ്ത്രീയോ ജീവിക്കുകയോ അല്ലെങ്കിൽ പ്രവർത്തിക്കുകയോ അസാധ്യമാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീക്ക് പുരുഷനേക്കാൾ എന്ന് പറഞ്ഞാൽ ഈ സദസ്സ് എന്നോട് എന്ത് പറയുമെന്ന് എനിക്കറിഞ്ഞുകൂടാ, എങ്കിൽ കൂടിയും പുരുഷനേക്കാൾ മഹിതമായൊരു സ്ഥാനം ദൈവം തമ്പുരാൻ സൃഷ്ടിയിൽ തന്നെ അവൾക്ക് നൽകിയിട്ടുണ്ട്. ലോകമാനവികത തന്നെയും ആ സ്ത്രീയുടെ മടിത്തട്ടിലാണ് വളരുന്നതും ഉയരുന്നതും ലക്ഷ്യം പ്രാപിക്കുന്നതും. സ്ത്രീയുടെ പരിലാളന ലഭിക്കാത്ത, കരപരിചരണമേൽക്കാത്ത ഒരൊറ്റ നേതാവും അനുയായിയും മുഖ്യനും പ്രമാണിയും അസ്ഥാനത്തുള്ളവനും സ്ഥാനത്തുള്ളവനും ഈ ലോകം കണ്ടിട്ടില്ല. എല്ലായിടത്തും സ്ത്രീ അവളുടേതായ പങ്ക് നിർവഹിച്ചിട്ടുണ്ട്, നിർവഹിക്കുന്നുണ്ട്. പക്ഷേ കാലം അതിന്റെ മുന്നോട്ടുള്ള ഗതിവിഗതികൾ നിർണയിക്കുന്നിടത്ത് എവിടെയൊക്കെയോ സ്ത്രീക്ക് അർഹതപ്പെട്ട പലതും നഷ്ടമായി പോകുന്നു എന്നിടത്തേക്ക് വിഷയാവതാരക നിങ്ങളെ ക്ഷണിക്കും എന്ന് തന്നെ ഞാൻ മനസ്സിലാക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട മാതാക്കളെ, സഹോദരിമാരെ, സഹോദരന്മാരെ, രക്ഷിതാക്കളെ, സ്ത്രീയാണ് ഈ സമൂഹത്തിന്റെ യഥാർത്ഥത്തിലുള്ള സൃഷ്ടി നടത്തുന്നത്. അത് സ്ത്രീ മാത്രം എന്ന് പറഞ്ഞുകൂടാ, പുരുഷൻ അതിൽ പങ്കാളിയാണ്. വൈവാഹിക ജീവിതം സ്ത്രീയും പുരുഷനും എപ്പോഴാരംഭിക്കുന്നുവോ അപ്പോൾ തൊട്ട് സമൂഹത്തിന്റെ സൃഷ്ടി നടത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഗർഭധാരണം, പ്രസവം, മുലയൂട്ടൽ തുടങ്ങി ഒരു സ്ത്രീ നിർവഹിക്കുന്ന ഓരോ ബാധ്യതകളും സമൂഹത്തിന്റെ സൃഷ്ടിയുടെ തുടക്കം തന്നെയാണ്.
അത് നിർവഹിക്കപ്പെടാതെ ഇവിടെ സമൂഹം നിലനിൽക്കുകയില്ല. അതുകൊണ്ട് സ്ത്രീയാകുന്ന വ്യക്തി അവൾക്കാണ് യഥാർത്ഥത്തിൽ സാംസ്കാരികമായ വൈജ്ഞാനികമായ എല്ലാ തലത്തിലുമുള്ള മികവും കഴിവും ആർജിക്കുകയും അഭ്യസിക്കുകയും പ്രചാരണത്തിൽ കൊണ്ടുവരികയും ചെയ്യേണ്ടത് എന്നതിന് ഒരു സംശയവുമില്ല. ലോകം കണ്ട എല്ലാ മഹാന്മാരുടെയും പിന്നിൽ പരിശോധിച്ചാൽ അറിയാം, അവരെയൊക്കെ ഉന്നതരും ഉയർച്ചയുള്ളവരുമാക്കിയത് സ്ത്രീരത്നങ്ങളാണ്. മാതാവിന്റെ, ഭാര്യയുടെ, സഹോദരിയുടെ, പുത്രിയുടെ ഒക്കെ പ്രോത്സാഹനവും പ്രചോദനവും ലഭിക്കാത്ത ഒരാളും ലോകത്തിന്റെ മുന്നോട്ടുള്ള ദിശയിലേക്ക് കടന്നു വന്നിട്ടില്ല. ഓരോ പണ്ഡിതന്മാരെയും ചിന്തകന്മാരെയും നാം എടുത്തു നോക്കുക. മഹാനായ ഇസ്ലാമിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന, അഥവാ ലോകമാനവികതയുടെ തന്നെയും പ്രവാചകനായി അറിയപ്പെടുന്ന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പ്രബോധന കാലഘട്ടത്തിലെ ജീവിതത്തിൽ വന്ന എല്ലാ പ്രതിസന്ധികളിലും താങ്ങും തണലുമായി കണ്ടത് ഖദീജ ബിൻത് ഖുവൈലിദ് റളിയല്ലാഹു അൻഹയെയാണ്. എല്ലായ്പ്പോഴും അവർക്ക് ആശ്വാസവും സാന്ത്വനവും നൽകാൻ ആ വനിത ശ്രദ്ധിച്ചിരുന്നു എന്നല്ല, അവരുമായി കൂടിയാലോചനകളും ചർച്ചകളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു എന്നതാണ് വാസ്തവം. എല്ലാ കാര്യങ്ങളും യഥാർത്ഥത്തിൽ ഇന്ന് ലോകം ഒരുപാട് മുന്നോട്ട് കുതിച്ചിട്ടുണ്ടെങ്കിലും സ്ത്രീയെ അംഗീകരിക്കുന്നിടത്ത് പലപ്പോഴും വേണ്ടത്ര അത് സാധിക്കുന്നില്ല എന്ന് അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ അപ്പോഴൊക്കെയും ഞാൻ ഓർക്കാറുള്ളത് പ്രവാചകൻ തിരുമേനിയുടെ തന്നെ ഒരു വചനമാണ്. സ്ത്രീക്ക് അവളുടെ അസ്തിത്വവും വ്യക്തിത്വവും അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കുക. ഒമാ അഹാനഹുന്ന ഇല്ലാ ലഈം ഒമാ അക്രമഹുന്ന ഇല്ലാ കരീം എന്ന പ്രവാചകന്റെ വചനം ഞാൻ ഓർക്കാറുണ്ട്. ഒരു നീചനായ മനുഷ്യനാണ് സ്ത്രീയുടെ കഴിവുകൾ അംഗീകരിക്കാനോ അവളെ ആദരിക്കാനോ സാധിക്കാതെ പോവുക. നീചനായ ഒരു വ്യക്തിക്ക് ഒരു കാലത്തും സ്ത്രീയെ അംഗീകരിക്കാൻ സാധിക്കുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളാണ്. അതേസമയം അദ്ദേഹം പറഞ്ഞു, വമാ അക്രമഹുന്ന ഇല്ലാ കരീം, ഒരു സ്ത്രീയെ ആദരിക്കുകയും അംഗീകരിക്കുകയും അവളുടെ വ്യക്തിത്വം തിരിച്ചറിയുകയും ചെയ്യാൻ സാധിക്കുന്നത് ഏറ്റവും നല്ല മാന്യനായ ഒരു വ്യക്തിത്വത്തിന് മാത്രമാണ്. അതുകൊണ്ട് മാന്യരെവിടെയുണ്ടോ അവിടെയൊക്കെയും സ്ത്രീ ആദരിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുടനീളം സ്ത്രീ സ്വാധീനത്തിന് ഏറ്റവും വലിയ പങ്ക് നമുക്ക് കാണാൻ സാധിച്ചത്. കുടുംബരംഗത്തായാലും രാഷ്ട്രീയ രംഗത്തായാലും സാമ്പത്തിക രംഗത്തായാലും വിപണന രംഗത്തായാലും മെഡിക്കൽ രംഗത്തായാലും എല്ലാ രംഗങ്ങളിലും സ്ത്രീക്ക് അവളുടേതായ പങ്ക് വഹിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. ഇന്നും നമ്മുടെ രാജ്യത്ത് സ്ത്രീക്ക് നിയമങ്ങളുണ്ട്. പക്ഷേ ആ നിയമങ്ങൾ പരിപൂർണമായി സമാധാനത്തോടെ അവൾക്ക് അനുഭവിക്കാൻ സാധിക്കാറില്ല എന്നിടത്താണുള്ളത്. സ്ത്രീ എന്ന് പറയുമ്പോൾ അവളുടെ ശരീരത്തെ മുന്നിൽ കാണുകയും അവളുടെ സൗന്ദര്യത്തെ മുന്നിൽ കാണുകയും അവളുടെ കളറിനെയും അവളുടെ നിറത്തെയും ആസ്വദിച്ചുകൊണ്ട് സ്ത്രീയെ വിലയിരുത്തുകയും ചെയ്തിടത്ത് ഇന്ന് സ്ത്രീ ഒരു പ്രദർശന വസ്തു മാത്രമായി മാറുകയാണ് ചെയ്തത്. അവളുടെ ശരീരം വിൽപ്പന നടത്തുന്ന ഒരു ചരക്കായി മാറുകയാണ് ചെയ്തത്. എത്ര വലിയ വിദ്യാഭ്യാസവും വിജ്ഞാനവും നേടിയാലും അവളെ വിവാഹം ചെയ്യപ്പെടുന്ന വിവാഹ കമ്പോളത്തിൽ അവൾ ഭർത്താവിന് വിലപേശുന്ന ഒരു ചരക്കായി മാറുന്ന കാഴ്ച, ദുരവസ്ഥയാണ് നാം പലപ്പോഴും കണ്ടത്. സ്ത്രീയുടെ വ്യക്തിത്വം ആദരിച്ചിരുന്നു എങ്കിൽ, അവളുടെ വിദ്യാഭ്യാസത്തെ മാനിച്ചിരുന്നു എങ്കിൽ 20 22 വയസ്സുവരെ ഉന്നത വിദ്യാഭ്യാസത്തിന് വരെ പാടുപെട്ട് പഠിപ്പിച്ച രക്ഷിതാക്കൾക്ക് യാതൊരു വിലയും നിലയും കാണിക്കാതെ, ആ പെൺകുട്ടിക്ക് യാതൊരു തരത്തിലുള്ള അഭിമാനവും വകവെച്ചു കൊടുക്കാതെ അവളെ വിവാഹം ചെയ്തു കൊണ്ടുപോകണമെങ്കിൽ ലക്ഷങ്ങളും ജ്വല്ലറിയും കാറും എല്ലാം നൽകണം എന്നാവശ്യപ്പെടുകയും അതെല്ലാം നൽകിയിട്ടും ഏറ്റവും ഒടുവിൽ അവൾക്ക് പീഡനം ഏറ്റുവാങ്ങുകയും ചെയ്യേണ്ടി വരുന്ന കരളലിയിക്കുന്ന കാഴ്ചകൾ എത്രയാണ് നാം കണ്ടത്. അതുകൊണ്ട് സ്ത്രീ ആരാണെന്ന് പഠിക്കാൻ, ആ സ്ത്രീയുടെ ധർമ്മം എന്താണെന്ന് തിരിച്ചറിയാൻ ഈ സെമിനാറിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർക്ക് അവസരം ഉണ്ടാക്കിയെടുക്കണം എന്ന് ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്. കാരണം സ്ത്രീ ഇന്ന് പീഡിപ്പിക്കപ്പെടുന്നത് വെറും ഈ രംഗങ്ങളിൽ മാത്രം
മാത്രമല്ല, മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും ഒക്കെ ഒരു ചൂഷണ വസ്തുവായി സ്ത്രീ മാറിയിട്ടുണ്ട്. അവിടെ നിന്ന് നമുക്ക് കാലത്തിന്റെ ഈ പോക്കിനെ മാറ്റിയെഴുതാൻ ഇത്തരം അവസരങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. സ്ത്രീയാണ് സമൂഹത്തിന്റെ സൃഷ്ടി എന്ന് പറയുമ്പോൾ ഈ സമൂഹത്തിൽ അവളുടെ പങ്ക് നാം തിരിച്ചറിയണം. അവൾക്ക് എല്ലാ രംഗത്തും നാം ആലോചിക്കുക, സ്ത്രീയെ തരം താഴ്ത്തി അടച്ചാക്ഷേപിച്ച് അവൾ പെണ്ണല്ലേ, അവൾ അടുക്കളയിൽ ജോലി ചെയ്യേണ്ടവളല്ലേ, അവൾ കുട്ടികളും കുടുംബവുമായി അവിടെ ഒതുങ്ങിയിരുന്ന് കഴിയേണ്ടവളല്ലേ എന്നുവരെ ഈ ആധുനിക കാലഘട്ടത്തിലും നമ്മോട് ഏറ്റുപറയുന്ന അല്ലെങ്കിൽ വാദിക്കുന്ന ആളുകളെ കാണാൻ സാധിക്കാറുണ്ട്. സ്ത്രീക്ക് ദൈവം തമ്പുരാൻ അവളുടെ സൃഷ്ടിപ്പിൽ നൽകിയ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കുക എന്നിടത്ത് ചിന്തിക്കാതെയാണ് അത്തരം ജൽപ്പനങ്ങൾ ജൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് സ്ത്രീക്ക് ഇത്രയും വലിയ സ്ഥാനമുണ്ടായിട്ടും ഈ കാലഘട്ടത്തിലും അത് ലഭിക്കാതെ പോയത് എന്നതിന് എന്റെ സഹോദരിമാരോട് ഒരു വാക്ക് ഞാൻ പറയുകയാണ്. പലപ്പോഴും സഹോദരിമാർ അവർക്ക് കിട്ടിയ വിദ്യാഭ്യാസമോ വിജ്ഞാനമോ കഴിവുകളോ ഈ രംഗത്ത് ചിന്താപരമായി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വലിയ വേദനാജനകമായ അവസ്ഥയുണ്ട്. സ്ത്രീ തന്നെ അവളുടെ അവകാശങ്ങളെ കുറിച്ച് തിരിച്ചറിയുന്നില്ല. അവൾ തന്നെ ഇവിടത്തെ പീഡനങ്ങൾക്കും ദുരവസ്ഥകൾക്കും സാക്ഷിയായിക്കൊണ്ട് പലപ്പോഴും സ്ത്രീ തന്നെ ഈ വിഷയത്തിൽ ശ്രദ്ധിക്കാതെ കണ്ട് സ്ത്രീക്ക് ശത്രുവായി തീരുന്ന അവസ്ഥയും ഇല്ലാതെയില്ല. ഞാൻ ഓർക്കുന്നു, ഈ അടുത്ത കാലത്ത് വായിച്ച പത്രവാർത്ത, തമിഴ്നാട്ടിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ 2 പെൺകുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയ ഒരു മാതാവിന് ആ പെൺകുഞ്ഞുങ്ങളുടെ ശ്വാസതടസ്സം കാരണം അവരെ ICUയിൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ ആ കുട്ടികളെ ICUയിൽ നിന്ന് എടുത്തുകൊടുത്ത് പാല് കുടിപ്പിക്കുന്നിടത്ത് ആ മാതാവും മാതാവിന്റെ മാതാവും ചേർന്ന് ചോര പൈതലുകളുടെ കഴുത്തിൽ ബ്ലേഡ് വെച്ചു. ബ്ലേഡ് വെച്ച് കുട്ടികളിൽ നിന്ന് രക്തം വാർന്നൊഴുകിയപ്പോൾ അവർ ബഹളം വെച്ച് ആർത്ത് കരഞ്ഞപ്പോൾ ഡോക്ടർമാരും സിസ്റ്റർമാരും ഓടി വന്ന് അന്വേഷിച്ചപ്പോൾ അവരവർ അങ്ങനെ ഒരു കൃത്യം ചെയ്യാത്തതുപോലെ നിസ്സഹായതയുടെ നിൽക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ ആ കടും കൈ അവരെ ചെയ്യാൻ പ്രേരിപ്പിച്ചത് സ്ത്രീക്ക് ഇന്ന് സമൂഹത്തിൽ സ്ഥാനമില്ലല്ലോ. ഈ 2 ചോര പൈതലുകൾ, അതും പെൺകുട്ടികൾ, വളർന്നു വന്നാൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ എന്താണ് ഇവർക്കുള്ള യഥാർത്ഥത്തിൽ ഇവർക്ക് സമൂഹത്തിൽ എന്ത് സ്ഥാനമാണുള്ളത്? വെറും പണത്തിന്റെ ചിലവ് മാത്രം ഉണ്ടാക്കുന്ന ഈ പെൺകുഞ്ഞുങ്ങൾ നമുക്കെന്തിന് എന്നായിരുന്നു അവർ 2 പേരും ചിന്തിച്ചത്. അതായിരുന്നു അത്രയും വലിയൊരു പാതകം ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ചത്. എന്റെ പ്രിയപ്പെട്ടവരെ, ആലോചിക്കുക, 14 നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വരുമ്പോൾ അറേബ്യയിൽ ഉണ്ടായിരുന്ന ആ ഇരുണ്ട കാലഘട്ടത്തിലെ മനുഷ്യർ പെൺകുഞ്ഞുങ്ങളെ ജീവനോടെ കുഴിച്ചു മൂടുകയായിരുന്നു. അവരന്ന് പേടിച്ചത് ഈ മക്കളെ കൊണ്ട് ഞങ്ങൾക്ക് സ്വത്ത് സമ്പാദിക്കുവാനോ അതല്ലെങ്കിൽ യുദ്ധങ്ങളിൽ വിജയിക്കുവാനോ ഒന്നും സാധിക്കുകയില്ല. അതുകൊണ്ട് ഇവരെ വളർത്തുന്നത് അപമാനകരമായി കാണുകയും അവരെ ജീവനോടെ തന്നെ കുഴിച്ചു മൂടുകയും ചെയ്തിരുന്ന ഒരു ദുരവസ്ഥ ഉണ്ടായപ്പോൾ ഖുർആൻ, വിശുദ്ധ ഖുർആൻ അതിൽ ഇടപെട്ടുകൊണ്ട് ചോദിച്ചു, വഇദൽ മൗഊദതു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത്. ഈ ചോര പൈതലുകൾ എന്തൊരു പാതകം കൊണ്ട് കുഴിച്ചു മൂടപ്പെട്ടു എന്ന് നാളെ പുനർജന്മ നാളിൽ മനുഷ്യ നിന്നോട് ചോദിക്കപ്പെട്ടാൽ, അങ്ങനെ ചോദിക്കപ്പെടുന്ന ആ സമയത്ത് ഈ പെൺകുട്ടികളുടെ ഉത്തരത്തെ ആ കടുംകൈ ചെയ്ത രക്ഷിതാക്കൾ ആലോചിക്കുകയും അങ്ങനെ അവർ ആ കടും പാതകത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തു എന്നല്ല, സമൂഹത്തിന് അസ്തിത്വവും വ്യക്തിത്വവും ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് അന്നുണ്ടായിരുന്ന വനിതകളടക്കമുള്ളവർ ആ രംഗത്ത് ഏറ്റവും വിജയകരമായ മാതൃക കാണിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിലും സാമൂഹിക രംഗത്ത് സ്ത്രീയുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തിക്കൊണ്ട് മേധാ പട്കറെ പോലെയുള്ള, അതുപോലെ തന്നെ മരിച്ചുപോയ മയിലമ്മയെ പോലെയുള്ള, അതുപോലെ തന്നെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് വിടവാങ്ങിയ വിശുദ്ധയായ സൈനബുൽ ഗസാലിയെ പോലെ അവരൊക്കെ സധീരം എവിടെയാണോ സ്ത്രീ ഇടപെടേണ്ടുന്ന മേഖലകൾ ഉള്ളത് അവിടെ സധൈര്യത്തോടെ ഇടപെടുകയും രാജാവിനോടായാലും മന്ത്രിയോടായാലും തങ്ങളുടെ അവകാശങ്ങളും ബാധ്യതകളും നിർവഹിക്കുന്നിടത്ത് തന്റെ ശബ്ദം എത്തിച്ചുകൊണ്ടവർ അവിടെ അടിച്ചമർത്തലുകൾക്ക് വിധേയരായപ്പോഴും അത് വകവെക്കാതെ സധൈര്യത്തോടെ മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. നമുക്കറിയാം, അതുപോലെ തന്നെ ആയിഷ അബ്ദുറഹ്മാൻ എന്ന പേരിൽ ബിന്ദു ഷാത്തി എന്നറിയപ്പെടുന്ന ആ വനിത ഈജിപ്തിൽ ഏറ്റവും നല്ല സമീപനം സമൂഹത്തിൽ അവർ ഇറങ്ങിച്ചെന്നുകൊണ്ട് വൈജ്ഞാനികവും അതുപോലെ തന്നെ ചിന്താപരവുമായ കഴിവുകൾ സമർപ്പിച്ചുകൊണ്ട് ആ സമൂഹത്തിനു വേണ്ടി അവരവരുടെ ഒച്ചപ്പാടുകൾ ഉണ്ടാക്കി. എന്നല്ല, അവരൊക്കെ ധൈര്യത്തോടെ ഏത് പ്രതികരണത്തെയും
മറുപ്രതികരണങ്ങൾ നൽകിക്കൊണ്ട് അടിച്ചമർത്തുകയും അവർക്കൊക്കെയും സമൂഹത്തിൽ അവരാൽ സാധ്യമാകുന്നതിലപ്പുറമുള്ള വിജയങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്തു. നാം അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നമുക്കിന്ന് ഒരുപാട് സാധ്യതകളുണ്ട്. നിയമങ്ങളും രേഖകളിലുണ്ട്. എല്ലായിടത്തും നിയമങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയും ആ സംവരണത്തെക്കുറിച്ച് വരെ ഓർക്കുമ്പോൾ നമുക്കറിയാം എത്രത്തോളം ഇന്ന് വനിതകൾ ആ രംഗത്ത് മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നത്. എല്ലായിടത്തും എല്ലാവർക്കും ദൈവത്തിന്റെ ഭൂമിയിൽ ദൈവത്തിന്റെ സൃഷ്ടികളായ എല്ലാ ആളുകൾക്കും അർഹതപ്പെട്ട അംഗീകാരം ലഭിക്കുന്നതിനു വേണ്ടി എല്ലാ തലത്തിലും ചിന്തിച്ചുകൊണ്ട് വേണ്ടത് പ്രവർത്തിക്കാനും ചിന്തിക്കാനും സാധിക്കുന്ന, കുടുംബത്തിന്റെ വിളക്കുകളാകുന്ന, ഭർത്താക്കന്മാരുടെ സ്വർഗത്തിലേക്കുള്ള വഴിയാകുന്ന, മക്കളുടെ ഏറ്റവും നല്ല വഴികാട്ടിയാവുന്ന ഏറ്റവും നല്ലൊരു മാതാവായി സമൂഹത്തിന്റെ മുമ്പിൽ നിൽക്കുവാൻ, ഏറ്റവും അന്തസ്സുള്ള വനിതയായി മാറുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ ഈ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ദൈവം തമ്പുരാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ളൊരു വേദിയിൽ ഞാൻ ആദ്യമായിട്ട് പങ്കെടുക്കുന്നത്, ഇത്രയും വലിയ ഒരു മുസ്ലിം കൂട്ടായ്മയിൽ ഞാൻ പങ്കെടുക്കുന്നത് ആദ്യമായിട്ടാണ്. പക്ഷേ ഞാൻ പറയാൻ പോകുന്നത്, ഈ കൂട്ടായ്മയിൽ എനിക്ക് ഈ ആൾക്കാരുടെ മുമ്പിൽ നോക്കിയിട്ട് ഇങ്ങനെ പ്രസംഗിക്കാനുള്ളൊരു ധൈര്യം എനിക്കിപ്പോഴും വന്നിട്ടില്ല. ഞാൻ 3 കൊല്ലമായിട്ടുള്ളൂ ഞാൻ ഈ സ്റ്റേജിന്റെ മുകളിൽ കയറി സംസാരിക്കാൻ തുടങ്ങിയിട്ട്. അതിന് മുമ്പൊക്കെ ഞാൻ ശ്രോതാവ് മാത്രമായിരുന്നു. കാരണം ഞാൻ ഇപ്പോഴും ഞാൻ ശ്രോതാവ് മാത്രമാണ്, ഞാൻ പ്രാസംഗികയായിട്ടില്ല എന്നാണ് എപ്പോഴും എന്റെ വിശ്വാസം. അന്നമ്മനെ ഭവനസാറുള്ളത് കാരണം ഞാൻ എപ്പോഴും കൂടെ പോവാറുണ്ട്. അങ്ങനെ കൂടെ പോയിട്ടല്ലാണ്ട് എനിക്ക് അങ്ങനൊരു പ്രസംഗത്തിന്റെ ഒരു വേദിയിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല. അതിന്റെ ഒരു കുറവ് എനിക്കിപ്പോഴും ഉണ്ട്. അപ്പൊ ഞാൻ എപ്പോഴും ഇങ്ങനെ ഒരു സ്റ്റേജിന്റെ മുകളിൽ കയറുമ്പോൾ ഞാനെപ്പോഴും ഗാനഗന്ധർവ യേശുദാസിന്റെ ഒരു ഇതുണ്ട്, എന്താ പറയാ, ഇടയ കന്യകെ കാലിടറാതെ. അപ്പൊ ഞാൻ എപ്പോഴും കയറുമ്പോൾ ഞാൻ മനസ്സിൽ പറയും എന്റെ കാലിടറരുതേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കയറാറ്. പക്ഷെ അത് കാലിടറുണ്ടോ ഇല്ല എനിക്ക് അത് വേറെ കാര്യം, അത് വേറെ എനിക്കറിയില്ല. പക്ഷേ ഇന്നിപ്പോ നമ്മുടെ സമൂഹത്തിലെ സ്ത്രീകൾക്കുള്ള സ്ഥാനം എന്നുള്ളതാണ് നമ്മുടെ വിഷയം നമ്മൾ അവതരിപ്പിക്കാൻ പോണത്. ഞാന് എന്താ പറയാ, ഇങ്ങനെ ഈ സ്റ്റേജ് ഫ്രൈറ്റ് എന്ന സാധനം ഉണ്ടല്ലോ, അതെനിക്ക് ഇപ്പോഴും ഉണ്ട്. അപ്പൊ എനിക്ക് എല്ലാ കണ്ണുകളും എന്റെ മുമ്പിലേക്ക് നോക്കുമ്പോൾ എനിക്ക് അങ്ങനെ മുഴുവൻ പറയാനുള്ളത് പറയാൻ പറ്റിയില്ലെന്ന് വരും. അത് കാരണം ഞാൻ കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. അത് ഞാൻ വായിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ എവിടെ തുടങ്ങേണ്ടത് എവിടെ അവസാനിപ്പിക്കേണ്ടത് എനിക്കറിയില്ല. ചിലപ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയി എന്ന് വരും. അപ്പൊ ഏതായാലും ഈ ഒരു ഒരുപാട് ആൾക്കാർ, നമ്മുടെ സിസ്റ്റർ ജസ്മിയെ പോലുള്ള ആൾക്കാരൊക്കെ ഇവിടെ സംസാരിക്കാനായിട്ട് നിൽക്കുന്നുണ്ട്. അവർക്ക് കുറെ ആൾക്കാർ വനിതകൾ, മുസ്ലിം വനിതകളുണ്ട്. പക്ഷെ അതുകൊണ്ട് ഞാൻ എന്റെ ഒരു ഉദ്ഘാടന പ്രസംഗം വളരെ നീട്ടാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്നിവിടെ പറയണമെന്ന് മാത്രം. ഞാൻ പറയാൻ പോകുന്നത്, ഞാൻ പണ്ട് എന്റെ നാട്ടിൽ താമസിക്കുമ്പോൾ ഏറ്റവും എനിക്ക് സന്തോഷിക്കാൻ തോന്നുന്നത്, ഈ മുസ്ലിം വനിതകൾ മുഴുവൻ ഇവിടെ എന്താ പറയുക, ഉന്നത ശ്രേണിയിലുള്ളവരാണ്, ഉന്നത വിജയം നേടിയവരാണ്, ഉന്നത പദവിയിലുള്ളവരാണ്, ഒക്കെയാണ്. പക്ഷെ എന്റെ ഒരു കുട്ടിക്കാലം ഉണ്ടായിരുന്നു. ആ കുട്ടിക്കാലത്ത് ഞാൻ എപ്പോഴും കാണുന്നത്, എന്റെ വീട്ടിന്റെ പടിക്കൽ കൂടെ ഈ കുട്ടികളെ, മുസ്ലിം ചെറിയ പെൺകുട്ടികള് ഓത്തുപലക എടുത്തു പോകുന്നതാണ് ഞാൻ എന്റെ ആദ്യമായിട്ട് ഞാൻ കാണുന്നത്. ഓത്തുപലകയിൽ അന്ന് അത്ര വിദ്യാഭ്യാസം മാത്രമേ അവർക്ക് കിട്ടിയിരുന്നുള്ളൂ. ആ കാലമൊക്കെ നമുക്ക് എത്രയോ മാറിപ്പോയി. ഇപ്പൊ നമുക്ക്, കാരണം ഇന്നിപ്പോ ഒരു മുസ്ലിം കുടുംബത്തിൽ പോയാലും എവിടെ പോയാലും പഠിക്കാത്ത കുട്ടികളെയോ പഠിക്കാത്ത ഒരു വനിതയോ നമുക്ക് കാണാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് ഏത് ജോലിയിൽ പോകുമ്പോഴും അവർക്ക്, മുസ്ലിം വനിതകൾക്ക് അവർക്ക് എല്ലാവരുടെയും ഒരു സ്ഥാനം ഉണ്ടെന്നത് സത്യമാണ്. പക്ഷെ എന്താ ഞാൻ പറയാ, അത് ഇപ്പൊ ഈ വിഷയം അവതരിക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയാനുള്ളത്, ഈ സ്ത്രീകൾക്കുള്ള സമൂഹത്തിലെ സ്ഥാനത്തിലും സ്ത്രീകൾ അത് ഉന്നതിയിലേക്ക് കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മളുടെ ഭാഗത്തു നിന്ന് തന്നെ ഒരുപാട് കുറവുകളുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്ത്രീ ഒരു കമ്പോള സംസ്കാരത്തിനും കമ്പോളത്തിന്റെ ഉപഭോഗ വസ്തുവിന്റെ ഒരു അടിമയായി തീർന്നുണ്ടെന്നാണ് എന്റെ വിശ്വാസം. കാരണം ഞാൻ പറഞ്ഞപ്പോ എന്ത് സംഭവമാണെങ്കിലും, ഇപ്പൊ ടോട്ടൽ ഫോർ യു തട്ടിപ്പാണെങ്കിലും ശരി, പെൺവാണിഭാണെങ്കിലും ശരി, ഇതിന്റെ പിന്നിലൊക്കെ
പ്രവർത്തിക്കുന്നത് ആരാണ്? പെണ്ണുങ്ങളാണ്. പിന്നെ ഈ സമൂഹത്തെ സ്ഥാനം വേണമെന്നുണ്ട് നമ്മളിങ്ങനെ നിലവിളിച്ചിട്ടൊന്നും കാര്യമില്ല. നമ്മൾ നന്നാവണമെന്നുണ്ടെങ്കിൽ നമ്മളത് ശ്രമിക്കണം. നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള ചില മൂല്യങ്ങളുണ്ട്. അത് നമ്മൾ സ്ത്രീകൾ നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്നാല് അവിടെ നമുക്ക് പുരോഗതി ഉണ്ടാവുള്ളൂ. അത് നമ്മൾ തന്നെ ആലോചിക്കേണ്ട കാര്യങ്ങളുള്ളൂ. നമ്മൾ വേറെ ആണുങ്ങളെ പഴിചാരിയതുകൊണ്ടോ അവരെ കുറ്റം പറഞ്ഞതുകൊണ്ടൊന്നും ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഏതായാലും ഇത്ര വലിയൊരു നീട്ടിക്കൊണ്ടുപോയി ഉദ്ദേശിക്കുന്നില്ല. അത് കാരണം ഞാൻ പറയാനുള്ളത് ഇവിടെ ഞാൻ വായിച്ചു തീർക്കാം. ഞാൻ കുറച്ച് ഉദ്ഘാടന പ്രസംഗം ഞാൻ നീട്ടുന്നില്ല, കാരണം ഒരുപാട് ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അവർക്കെല്ലാം സമയം കൊടുക്കേണ്ട കാര്യമാണ്. അപ്പൊ അത് കാരണം ഞാൻ വളരെ കുറച്ച് മാത്രം ഞാൻ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാൻ പോവാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി തന്നെയാണ് ഞാനിത് വായിക്കാൻ പോകുന്നത്. ഇന്ന സ്ത്രീ സ്വാതന്ത്ര്യ മഹതി എന്ന മനു പറഞ്ഞ കാലത്തെ സ്ത്രീകൾ ഇന്നില്ല. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ മിക്കവാറും സ്ത്രീകൾ കുടുംബങ്ങളിൽ ഒതുങ്ങിക്കൂടുകയായിരുന്നു. അക്കാലങ്ങളിൽ സ്ത്രീകൾ സംരക്ഷിക്കപ്പെടേണ്ടവർ മാത്രമായിരുന്നു, അല്ലെങ്കിൽ അലങ്കാര വസ്തു. അവിടെ അവൾക്ക് സ്വത്വബോധം തന്നെ ഇല്ലായിരുന്നു. അന്ന് സ്ത്രീകൾ സന്താനങ്ങളെ ഉണ്ടാക്കുന്ന ഒരു നിർമ്മാണശാല മാത്രമായിരുന്നു. ആ കാലങ്ങളൊക്കെ ഇന്ന് നമുക്കൊരു കടങ്കഥ മാത്രമാണ്. ആധുനിക ജീവിതത്തിൽ സ്ത്രീകൾ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടിയിരിക്കുന്നു. ഞാൻ പറയാം, സാമ്പത്തിക സ്വാതന്ത്ര്യം നമ്മൾ നേടിയിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നമ്മൾ ഈ ഫാഷൻ പരേഡിന് പോകുന്നുണ്ട്. ഇപ്പൊ പാർവതി ഓമനക്കുട്ടന്മാരെ പോലുള്ള ആൾക്കാരൊക്കെ നമുക്ക് വരുന്നുണ്ട്. ഇതുകൊണ്ട് നമുക്ക് സമൂഹത്തിന് എന്താണ് ഗുണം എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. എന്താണ് നമുക്ക് സമൂഹത്തിന് നമുക്ക് കിട്ടുന്നത്? ഇവരെങ്ങനെ സ്റ്റേജിൽ കൂടി പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ അവരുടെ അരവസ്ത്രം ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇത് നമുക്ക് സമൂഹത്തെ സ്ത്രീകൾക്കുള്ളൊരു ഉന്നത പദവിയിലേക്ക് എത്താനുള്ള ഒരു മാർഗം എന്താണെന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. അത് സിനിമാക്കാർക്ക് മുതൽക്കൂട്ടെന്നല്ലാണ്ട് സമൂഹത്തിന്റെ മുതൽക്കൂട്ടാണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്ന ഒരാളല്ല. ഇത് എന്റേതായിട്ടുള്ള മാത്രം ഒരു അഭിപ്രായമാണ്. അത് നിങ്ങൾക്ക് ആ അഭിപ്രായത്തോട് യോജിച്ചോളുന്നില്ല. എന്റെ അഭിപ്രായം മാത്രം ഞാൻ പറയാണ്. അപ്പം തന്നെ ഒരു ഉപഭോഗ വസ്തുവിന്റെ നിലവാരത്തിൽ എത്തി നിൽക്കുന്നു. ആഡംബരങ്ങളിൽ മുഴുകിയവൾ, സീരിയലിലെ ദുഃഖങ്ങൾ പേറുന്നവൾ, വെറിപിടിച്ച കാമത്തിന് ഇരയാകുന്നവൾ, സംവരണത്തിൽ കൂടി മാത്രം സമൂഹത്തിൽ തുല്യ പങ്കാളിത്തം കിട്ടിപ്പോരുന്നവൾ എന്നീ നിലകളിലേക്ക് തരം താഴുകയാണ് ആധുനിക ജീവിതത്തിലെ സ്ത്രീകൾ. ഇതൊക്കെ എന്റെ മാത്രം അഭിപ്രായം കേട്ടോ. ഇപ്പൊ ഈ വേദിയിലിരിക്കുന്ന ആൾക്കാരുടെ അഭിപ്രായത്തിനോടൊന്നും എന്റെ അഭിപ്രായത്തോട് യോജിക്കുന്നെങ്കിൽ യാതൊരു ഇതുമില്ല. എന്റെ അഭിപ്രായത്തിനൊക്കെ പ്രത്യേകത ഉണ്ടാവും. അതിപ്പോ എല്ലാവരും അംഗീകരിക്കണം എന്ന് എനിക്ക് യാതൊരു താല്പര്യമില്ല. കാരണം ഇപ്പൊ സിസ്റ്റർ ജസ്മിയെ പോലുള്ള ആൾക്കാരൊക്കെ അവരുടെ അനുഭവത്തിൽ കൂടി പറയുന്ന ആൾക്കാരാണ്. അവരുടെ അനുഭവം പലതുമുണ്ട്. അവർക്ക് നമ്മളെ പോലെ ഉള്ളതല്ല. ഒരുപാട് അനുഭവങ്ങളും പീഡിപ്പിക്കപ്പെട്ട ആൾക്കാരാണ് ഇവരൊക്കെ. അപ്പൊ അവരുടെ അടുത്താണ് കൂടുതൽ നമ്മൾക്ക് കാണേണ്ടത്, കേൾക്കേണ്ടത്. അതിലാണ് ഞാൻ കുറച്ച് പറഞ്ഞിട്ട് ഞാൻ സ്ഥലം ഒഴിയുന്നത്. നാം നമ്മുടെ സ്വത്വം തിരിച്ചറിയണം. സ്വത്വം തിരിച്ചറിഞ്ഞ് സർഗാത്മകമായ വളർച്ചയിലേക്ക് സ്ത്രീകൾ വരുന്നില്ല എന്നതിന് കാരണം സ്ത്രീ അതൊന്നും ചെയ്യേണ്ടവളല്ല എന്ന സമൂഹത്തിന്റെ കാഴ്ചപ്പാടാണ്. സമൂഹത്തിന്റെ ഏറ്റവും വലിയ വേലികെട്ട കുടുംബജീവിതം തന്നെയാണ്. കുടുംബജീവിതത്തിൽ സ്ത്രീയുടെ പ്രധാന റോൾ അനുസരിക്കുകയാണല്ലോ. അനുസരണമില്ലെങ്കിൽ അവൾ ചീത്തയാണ് എന്നാണ് സമൂഹത്തിന്റെ കാഴ്ചപ്പാട്. സംവരണം നൽകി ജോലി പകുത്ത് നൽകലല്ല സ്ത്രീകൾക്ക് വേണ്ടത്. ഒരു കുടുംബജീവിതം തകർന്നാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സ്ത്രീക്കാണ്. ഒരു വീടിനെ അടുക്കിലും ചിട്ടയിലും സ്നേഹത്തിലും സൂക്ഷിക്കുന്ന ഒരു സ്ത്രീയെ എല്ലാവരും ഇഷ്ടപ്പെടുന്നു. അവളുടെ സ്വഭാവ ഗുണങ്ങൾ സമൂഹത്തിലേക്ക് വ്യാപിപ്പിച്ചാൽ അവൾ തടയപ്പെടുന്നു. ആ തടയലിനെ ധിക്കരിച്ചാൽ കുടുംബജീവിതം തകരുമെന്ന ഭീഷണി ഉയരുന്നു. ഈ കാരണം കൊണ്ട് കുടുംബജീവിതം തകർന്നാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സ്ത്രീക്കാവുന്നു. മൊത്തം സമൂഹം സ്ത്രീയിലേക്ക് വിരൽ ചൂണ്ടുന്നു. കാരണം നമുക്കെന്തറിയാം, നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ പുരുഷന്മാരെ അല്ല നമ്മൾ പറയുന്നത്, ആ സ്ത്രീയുടെ കൊള്ളരുതായിക്കാണ്. ആ സ്ത്രീ എപ്പോഴും നമുക്ക് സ്ത്രീകൾക്കാണ് നമ്മൾക്ക് വരുന്നത്. പക്ഷെ സ്ത്രീകളത് ആലോചിക്കുന്നില്ല എന്നതാണ് നമുക്ക് ഏറ്റവും വലിയൊരു ദുഃഖകരമായ ഒരു സംഗതി. അവിടെ സ്ത്രീയും പുരുഷനും ഒരുമിച്ച് നടന്നാലാണ് നമുക്ക് സമൂഹത്തിലെ ഒരു സ്ഥാനം ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നാണ് എന്റെ അഭിപ്രായം. ഒരു കുടുംബജീവിതം തകർന്ന സർഗാത്മക സ്വത്വപ്രകടനം ഈ സമൂഹത്തിൽ സ്ത്രീക്ക് എളുപ്പപ്പണിയല്ല. ഞാൻ പറഞ്ഞു വരുന്നത് സമൂഹ സംവിധാനത്തിൽ സ്ത്രീയുടെ സ്ഥാനം ഇന്നും അഭിമാനകരമല്ല. കാരണങ്ങൾ പലതാണ്. സ്ത്രീക്ക് പുരുഷനോടൊപ്പം തുല്യത കൽപ്പിക്കാത്ത ഒരു സാമൂഹിക സംവിധാനം ഇന്നും ഇവിടെ പുലരുന്നു. അബലയായ സ്ത്രീ എന്ന് പുരാണങ്ങൾ തൊട്ട് കേൾക്കുന്ന പല്ലവി ഇന്നും നമ്മുടെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിൽ എന്തിന് എഴുത്തിന്റെ മേഖലയെ പോലും ഭരിക്കുന്നു. പുരുഷനൊപ്പം കഴിവുള്ളവർ അല്ലെങ്കിൽ കഴിവ് വളർത്തിയെടുക്കാൻ പ്രാപ്തയായവൾ എന്ന പദവി സ്ത്രീക്ക് നൽകാൻ ഭാരതീയ സമൂഹവും കേരളീയ സമൂഹവും മടിക്കുന്നു.
അസമത്വം പരിഹരിക്കാനുള്ള വഴികളിൽ ഒന്നാണ് അധികാരത്തിലേക്കുള്ള പങ്കാളിത്തം. സ്ത്രീക്ക് ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ അർഹമായ പദവിയും പങ്കാളിത്തവും ലഭിച്ചാൽ സംവിധാനത്തിൽ ഒരു പരിധിവരെ സ്ത്രീ അനുഭവിക്കുന്ന സാമൂഹികമായ പിന്നോക്കാവസ്ഥയ്ക്ക് പരിഹാരം ലഭിച്ചേക്കാം. എന്നാൽ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇതിനായി വിഭാവനം ചെയ്യപ്പെട്ട വനിതാ ബിൽ ഇന്നും പാർലമെന്റിൽ പാചകപ്പുരയിൽ ആവശ്യത്തിന് ചേരുവകളില്ലാതെ കാത്തുകിടക്കുകയാണ്. നമുക്ക് ഈ വനിതാ ബിൽ ഇന്നും നമുക്ക് പാസ്സാക്കിയെടുക്കാൻ പറ്റിയിട്ടില്ല. പറയുന്നുണ്ട് 50% എന്നൊക്കെ പറയുന്നുണ്ട്. ഇന്ന് നമുക്ക് പറയാൻ അത് വനിതാ ബില്ല് പാസ്സായിട്ടില്ല. പക്ഷെ എന്താ പറയാ, ഇപ്പൊ ലോകസഭ സ്പീക്കർ വനിതയാണ്. വനിതകൾക്ക് ഒരുപാട് വനിതകൾ മുന്നോട്ട് വരുന്നുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് ഈ 50% വനിതാ ബില്ല് അത് നമുക്ക് ഇങ്ങോട്ട് ഗവൺമെന്റിന് പുറത്തു കൊണ്ടുവരാൻ സാധിച്ചിട്ടുള്ള ഒരു ദയനീയമായ ഒരു സംഗതിയാണ്. കേരള ത്രിതല പഞ്ചായത്തിലേക്ക് സ്ത്രീകൾക്ക് നിലവിൽ നിയമമാക്കപ്പെട്ട 50% ഏറെ സ്വാഗതാർഹമായ ചുവടുവയ്പ്പാണ്. നാടിന്റെ വികസന വഴികളിൽ വനിതകളുടെ സാന്നിധ്യവും സാമീപ്യവും സൃഷ്ടിക്കുന്ന പുതിയൊരു സംസ്കാരം കേരളം ഭാരതത്തിന് കാണിച്ചു കൊടുക്കുന്ന പങ്കാളിത്തം ജനാധിപത്യത്തിന്റെ പുതിയ പാഠമാണ്. ഏതൊരു കുടുംബത്തിന്റെയും നല്ല മാനേജർ സ്ത്രീയാണ്. വരവ് ചെലവ്, പാചകം, കുടുംബ ബന്ധങ്ങൾക്കിടയിലെ മുഖ്യ കണ്ണി എന്നിങ്ങനെ അവളുടെ റോളുകൾ പലതാണ്. ഒരു സമൂഹത്തിന്റെ കൂട്ടായ്മയായ കുടുംബശ്രീ പോലുള്ള സംവിധാനങ്ങളിലേക്ക് ഇറങ്ങുമ്പോഴും സ്ത്രീകളിലെ മികച്ച മാനേജ്മെന്റ് വൈദഗ്ധ്യം നമുക്ക് കാണാനാകുന്നു. ചുരുങ്ങിയ വർഷങ്ങൾക്കിടയിൽ കേരളത്തിൽ ഉടനീളം കുടുംബശ്രീ പോലുള്ള പ്രസ്ഥാനങ്ങളുടെ വളർച്ചയും സംഘടിതമായ അതിന്റെ നടത്തിപ്പും തെളിയിക്കുന്നത് ഇതാണ്. ഇത്തരത്തിൽ സർവതല സ്പർശിയായ സ്ത്രീ സാന്നിധ്യമാകാൻ നമുക്ക് കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയാണ്. അതിന് മുമ്പ് ഞാൻ ഒരുപാട് എനിക്ക് പറയാനുണ്ട്. പക്ഷെ ഇവിടെ വേദിയിലിരിക്കുന്ന ആൾക്കാർക്കൊക്കെ നേരെ സന്ധ്യയായി തുടങ്ങി. അപ്പൊ ഇവർക്കൊക്കെ നമുക്ക് സമയം കൊടുക്കണം. അതുകൊണ്ട് ഞാൻ ഇത് പറഞ്ഞുകൊണ്ടാണ് ഈ സമ്മേളനം ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു. അത്ര മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ബാക്കി ഇരിക്കുന്ന ആൾക്കാരുടെ അനുഭവങ്ങളും അവരുടെ ഇതും നമുക്ക് കേട്ടുകൊണ്ടിരിക്കാം. അത്ര മാത്രമേ ഞാൻ പറയുന്നു. എല്ലാവർക്കും നമസ്കാരം. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ, സദസ്സിൽ സന്നിഹിതരായ സഹോദരീ സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങൾക്കേവർക്കും പടച്ച തമ്പുരാന്റെ രക്ഷയും സമാധാനവും വർഷിക്കുമാറാകട്ടെ. ഇന്ന് ഏറെ സാങ്കേതിക വിദ്യകളുടെ പുരോഗതിയുടെ മധ്യത്തിൽ നിൽക്കുന്ന ആധുനിക നൂറ്റാണ്ടിന്റെ ഈ തിരുമുറ്റത്ത് നിന്നുകൊണ്ട് സാമൂഹ്യ സംവിധാനത്തിൽ സ്ത്രീയുടെ സ്ഥാനം എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇന്നത്തെ സമൂഹത്തിന്റെ ഒരു ബഹുമുഖ ചിത്രമാണ് നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരിക. തീർച്ചയായും വ്യക്തിതലത്തിനും കുടുംബതലത്തിനും അപ്പുറം സാമൂഹ്യ സംവിധാനത്തിൽ സ്ത്രീകൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ അവളുടെ സ്ഥാനം എന്ത് എന്ന് ചിന്തിക്കുമ്പോൾ ഇന്ന് സമൂഹം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, പ്രത്യേകിച്ചും സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് നാം ഏറെയും ചിന്തിക്കുക. ഇന്ന് സമൂഹത്തിലെ എല്ലാ വിഭാഗത്തെയും ഒരുപോലെ കടന്നു പിടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ട് വിവിധ തരത്തിലുള്ള തിന്മകളും അധാർമികതയും അശ്ലീലതയും അന്ധവിശ്വാസ അനാചാരങ്ങളും അക്രമങ്ങളും അനീതിയും തഴച്ചു കൊഴുത്തു വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്നുള്ളത്. പിടിച്ചുപറിയും കൊള്ളയും കൊലപാതകവും ഒക്കെ സുരക്ഷിതത്വം നഷ്ടപ്പെട്ട ഒരു സമൂഹമാണ് നമുക്ക് സമ്മാനിക്കുന്നത്. മദ്യവും മയക്കുമരുന്നും കള്ളനോട്ട് കള്ള് വ്യവസായങ്ങളും വഴി കോടികൾ സമ്പാദിക്കുന്നവർ ഒരു വശത്ത്, വിദ്യാസമ്പന്നരെയും സമൂഹത്തിലെ പ്രമുഖരെയും പോലും പിടിയിലാക്കിക്കൊണ്ട് സമൂഹത്തിൽ വിഹരിക്കുന്ന ആൾ ദൈവങ്ങളെയും നമുക്ക് കാണാം. ഒരു ഭാഗത്ത് മനുഷ്യാവകാശ സംരക്ഷണ ചർച്ചകൾ നടക്കുമ്പോൾ മറുഭാഗത്ത് ക്രൂരമായ മനുഷ്യാവകാശ ലംഘനങ്ങളാണ് നടക്കുന്നത്. വർദ്ധിച്ചു വരുന്ന ഈ തിന്മകളുടെ ദുരന്ത ഫലങ്ങൾ അധികവും അനുഭവിക്കുന്നത് സ്ത്രീകളാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ നമുക്കൊരു കാലമുണ്ടായിരുന്നു, ജനനി ജന്മഭൂമിച്ഛ സ്വർഗാദപി ഗരീയസി, അഥവാ ജനനിയും ജന്മനാടും സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമാണ് എന്ന് കരുതിയിരുന്ന ഭാരതത്തിലെ ഒരു കാലഘട്ടമുണ്ടായിരുന്നു. സുന്ദരവും മഹത്തരവുമായൊരു കാലഘട്ടം. യുദ്ധരംഗത്ത് പോലും സ്ത്രീകൾ തങ്ങളുടെ പ്രാഗൽഭ്യം തെളിയിച്ച കാലഘട്ടം. അതുപോലെ തന്നെ എന്നാൽ അതിനുശേഷം പിന്നീട് സ്ത്രീകൾക്ക് നേരെ കടന്നുവന്ന ഉച്ചനീചത്വങ്ങളെ
രാജാറാം മോഹൻ റോയിയെ പോലുള്ള വളരെ പ്രമുഖരായ ആളുകൾ അത് ഉന്മൂലനം ചെയ്യുകയുണ്ടായി. സ്വാതന്ത്ര്യ സമരം മൂർധന്യാവസ്ഥയിലെത്തുകയും അത് അനീതികൾക്കും അക്രമങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരായുള്ള സമരം കൂടിയായി പരിണമിക്കുക കൂടി ചെയ്തപ്പോൾ ഒരു നവോത്ഥാന പ്രക്രിയ ഇന്ത്യയിൽ ഉടലെടുക്കുകയുണ്ടായി. എന്നാൽ ഇന്ന് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലെ സ്ത്രീ അഭിമാനാർഹമായ ഒട്ടേറെ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട് എന്ന് തന്നെ നമ്മൾ സമ്മതിക്കുന്നു. തീർച്ചയായും തർക്കമറ്റ വസ്തുത തന്നെയാണ്. സ്ത്രീ സ്വന്തം അനുഭവത്തിലൂടെയും സമൂഹം അവളിൽ ഏൽപ്പിച്ച മുറിപ്പാടിലൂടെയും അയൽ വീട്ടിലെ സഹോദരി അനുഭവിച്ച യാതനകളിലൂടെയും ഒരുപാട് പാഠങ്ങൾ അവൾ പഠിച്ചു കഴിഞ്ഞു. സമൂഹത്തിൽ അർഹിക്കുന്ന സ്ഥാനം നേടാനുള്ള ശേഷി അവൾ ആർജിച്ചുകൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസ രംഗത്തും തൊഴിൽ രംഗത്തുമൊക്കെ അവൾ അവളുടെ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു. എങ്കിലും സുരക്ഷിതത്വം ഇന്നും സ്ത്രീക്ക് ഒരു മരീചികയാണ് എന്ന് നമുക്കറിയാം. ഏതു നിമിഷവും കാമവെറിയന്മാരുടെ പിടിയിൽ അമർന്നു പോകുന്ന, അല്ലെങ്കിൽ ായ ഭർത്താവിന്റെ പീഡനമേൽക്കേണ്ടി വരുന്ന, അതുമല്ലെങ്കിൽ സ്ത്രീധനത്തിന്റെ പേരിലുള്ള പീഡനങ്ങളും കൊലപാതകങ്ങളും മരണങ്ങൾക്കുമൊക്കെ സാക്ഷികളാകേണ്ടുന്ന ഒരനുഭവമാണ് ഭൂരിഭാഗം സ്ത്രീകൾക്കും ഇന്നുള്ളത്. ബസ്സിലും റോഡിലും നിരത്തിലും ആശുപത്രിയിലും ട്രെയിനിലും എന്ന് വേണ്ട, അവൾ സഞ്ചരിക്കുന്ന എല്ലാ പാതകളിലും അനുസ്യൂതം സ്ത്രീപീഡനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. മോർച്ചറിയിലെ ചേതനയറ്റ സ്ത്രീ ശരീരത്തോടും കുഴിമാടത്തിലെ ശവശരീരത്തോടു പോലും കാമഭ്രാന്തന്മാർ കാണിക്കുന്ന പരാക്രമത്തിന് നടുവിൽ ഒന്നുറക്കെ കരയാൻ പോലുമാകാതെ വിറങ്ങലിച്ചു നിൽക്കുന്ന സ്ത്രീവർഗത്തെയാണ് നമുക്കിന്ന് നമ്മുടെ നാട്ടിൽ കാണാൻ കഴിയുക. പ്രബുദ്ധ കേരളത്തിലും സ്ത്രീ ഇന്ന് ലൈംഗിക വസ്തുവായും കച്ചവടച്ചരക്കായും തരം താഴ്ത്തപ്പെടുന്നു എന്ന് നമുക്കറിയാം. വർദ്ധിച്ചുവരുന്ന സെക്സ് റാക്കറ്റുകളും വിവാഹമോചനങ്ങളും പിതൃത്വം തെളിയിക്കാൻ വേണ്ടി അതിനുവേണ്ടിയുള്ള പരിശോധനകളുടെ പിന്നാലെ പായുന്ന പുരുഷന്മാരും വനിതാ കമ്മീഷനിൽ കുമിഞ്ഞുകൂടുന്ന പരാതികളുമൊക്കെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് എന്താണ്? തകർന്നുകൊണ്ടിരിക്കുന്ന സ്ത്രീ പുരുഷ ബന്ധങ്ങൾ. കലാപയുദ്ധവേളകളിലും വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോഴും അനാഥത്വത്തിലേക്കും വൈധവ്യത്വത്തിലേക്കും എടുത്തെറിയപ്പെടുന്ന സ്ത്രീകളെയും നമുക്ക് കാണാൻ കഴിയുന്നു. മറുഭാഗത്ത് നമ്മൾ കാണുന്നത് എന്താണ്? പുരുഷന്റെ മൃദുല വികാരങ്ങളെ ചൂഷണം ചെയ്യുന്നതിനും തൃപ്തിപ്പെടുത്തുന്നതിനും വേണ്ടി സ്ത്രീയെ പ്രദർശന വസ്തുവാക്കുന്ന പ്രവണത വർദ്ധിച്ചു വരുന്നത് വലിയൊരു ഭീഷണിയായി ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുകയാണ്. പുറത്തെവിടെയും സ്ത്രീയുടെ ആഭാസകരമായ പോസ്റ്ററുകളാണ് നമ്മൾ കാണുന്നത്. സിനിമാ പരസ്യങ്ങളായാലും ഉപഭോക്തൃ ഉൽപ്പന്ന വസ്തുക്കളുടെ പരസ്യങ്ങളായാലും അല്പവസ്ത്രധാരികളായ സ്ത്രീകൾ തന്നെ ഇതിനൊക്കെ വേണമെന്ന ഒരു വാശിയാണ് ഇന്ന് നമുക്ക് സമൂഹത്തിൽ കാണാൻ കഴിയുന്നത്. അറിഞ്ഞോ അറിയാതെയോ സ്ത്രീകൾ തന്നെ ഇതിന്റെ സ്തുതിപാഠകരായി മാറുന്നു എന്നതും വളരെ ഖേദകരമായ വസ്തുതയാണ്. ഒരു കാലത്ത് മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുറവിളി കൂട്ടിയ നമ്മുടെ നാട്ടിൽ ഇന്ന് പലതും മറയ്ക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന്റെ ശബ്ദമാണ് വർദ്ധിച്ചുവരുന്ന ഫാഷൻ ഷോകളിൽ നമ്മൾ കാണുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. കുടുംബത്തിലും സ്ത്രീയുടെ സുരക്ഷിതത്വം ഇന്ന് ചോദ്യം ചെയ്യപ്പെടുകയാണ്. പെൺകുഞ്ഞിന്റെ ജനനം തന്നെ അപലക്ഷണമായി കരുതുന്ന ഒരു സമൂഹം. ലേബർ റൂമിന്റെ വാതിൽക്കൽ ചെന്ന് നിന്നാൽ നമുക്ക് ബോധ്യപ്പെടും ഈ വസ്തുത. ആൺകുഞ്ഞാണ് ജനിച്ചിരിക്കുന്നതെങ്കിൽ, നഴ്സിന്റെ കയ്യിലിരിക്കുന്നത് ആൺകുഞ്ഞാണെങ്കിൽ അവിടെ ആഹ്ലാദവും ആവേശവും കാണുന്നു. പെൺകുഞ്ഞാണ് ജനിച്ചു വീഴുന്നതെങ്കിൽ നിസ്സംഗതയും മരവിപ്പുമാണ് അവിടെ ദർശിക്കാൻ കഴിയുക. പെണ്ണിന് ജന്മം നൽകിയതിന്റെ പേരിൽ കണ്ണുനീർ കുടിക്കുന്ന എത്രയോ മരുമക്കൾ ഈ സമൂഹത്തിലുണ്ട്. അവർക്ക് നേരെ തെറിയും ശാപവാക്കുകളുമായി നിലനിൽക്കുന്നതും സ്ത്രീകൾ തന്നെയാണ് എന്നതാണ് സ്ത്രീക്ക് ശത്രു സ്ത്രീ തന്നെ എന്ന് നാം തിരിച്ചറിയേണ്ടത്. ശപിക്കപ്പെട്ട ഈ ജന്മം ഒഴിവാക്കുവാനായി ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനത്തിൽ ആധുനിക മനുഷ്യൻ കണ്ടുപിടിച്ച തന്ത്രമാണ് ഭ്രൂണഹത്യ. സ്ത്രീ ഭ്രൂണങ്ങളെ തെരഞ്ഞുപിടിച്ചുകൊണ്ട് ഭ്രൂണഹത്യ നടത്തുന്ന ഈ ആധുനിക സമൂഹം പണ്ട് ജീവനോടെ പെൺകുഞ്ഞുങ്ങളെ മണ്ണിൽ കുഴിച്ചുമൂടിയിരുന്ന കാട്ടറേബ്യൻ സമൂഹത്തിൽ നിന്നും എന്ത് വ്യത്യാസമാണ് നമ്മൾക്കുള്ളത് എന്ന് നമ്മൾ ആലോചിക്കണം. നാം നേടിയ വിദ്യാഭ്യാസവും വിജ്ഞാനവും പരിഷ്കരണ പ്രവർത്തനങ്ങളുമൊക്കെ എവിടെയെങ്കിലും നമ്മെ എത്തിച്ചുവോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇനി ഇതിനെയൊക്കെയും അതിജീവിച്ചുകൊണ്ട് ഇവിടെ ജനിക്കുവാനും വളരുവാനും ഭാഗ്യം ലഭിക്കുന്ന പെൺകുട്ടികളാകട്ടെ, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വ്യക്തിത്വവും അസ്തിത്വവും അന്തസ്സും അഭിമാനവും സംരക്ഷിക്കപ്പെടുകയും അവളിലെ കഴിവുകൾ കണ്ടെത്തുകയും വളർത്തുകയും ചെയ്യുന്ന കുടുംബാന്തരീക്ഷം എത്ര വീടുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പലപ്പോഴും പലതരം വിലക്കുകൾക്ക് നടുവിലാണ് മിക്കവാറും പെൺകുട്ടികൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. വലുതാകുമ്പോൾ അടക്കവും ഒതുക്കവുമുള്ള ഭാര്യയാകേണ്ടവളാണ്, അനുസരണയും അച്ചടക്കവുമുള്ള മരുമകളാകേണ്ടവളാണ്. എന്നതിനപ്പുറം മറ്റൊരു ധർമ്മവും നിനക്ക് നിർവഹിക്കാനില്ല എന്ന് ചെറുപ്പം മുതൽ തന്നെ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ട് വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ വിധേയത്വത്തിന്റെ പാഠങ്ങൾ അഭ്യസിപ്പിച്ചുകൊണ്ട് വിവാഹ കമ്പോളത്തിലേക്ക് ഒരുക്കിയെടുക്കപ്പെടുന്ന ഒരു വസ്തുവായി
പെൺകുട്ടികളെ ഇന്ന് സമൂഹം കാണുന്നില്ലേ എന്ന് നാം ഒന്ന് ചിന്തിക്കുക. ഇങ്ങനെ ചെറുപ്പം മുതൽ വിവാഹ കമ്പോളത്തിലേക്ക് ഒരുക്കിയെടുക്കപ്പെടുന്ന ഒരു വസ്തു എന്ന നിലയിൽ ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായും സമൂഹത്തിന്റെ പൊതുവേദികളും പൊതുമണ്ഡലങ്ങളും ഇന്നവൾക്ക് ചിന്തകളിൽ പോലും അന്യമാണ് എന്ന് നമുക്കറിയാം. എന്തും സഹിക്കുകയും എന്തിനോടും പ്രതികരിക്കാതിരിക്കുകയും എന്തിനും വഴങ്ങുകയും ചെയ്യുന്ന ഒരു സ്ത്രീയെയാണ് ജനപ്രിയ സാഹിത്യങ്ങളും മീഡിയകൾ പോലും ഇന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പീഡനങ്ങൾ നിശബ്ദം സഹിക്കുന്ന ഒരു സ്ത്രീയെയാണ് നല്ലവളെന്നും സുശീലയെന്നും കുലീനയെന്നും ഇന്ന് സമൂഹം വിധിയെഴുതുക. അതേസമയം സമയാസമയങ്ങളിൽ പ്രതികരിക്കുകയോ പ്രതിഷേധിക്കുകയോ ചോദ്യം ചെയ്യുകയോ പരാതിപ്പെടുകയോ ചെയ്യുന്ന സ്ത്രീ അവൾ അഹങ്കാരിയാണ്, നിഷേധിയാണ്, കുരുത്തം കെട്ടവളാണ്. ഇതാണ് ഇന്നത്തെ സമൂഹത്തിന്റെ കാഴ്ചപ്പാട്. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ തന്നെ ശല്യം ചെയ്യുന്ന ഒരു പുരുഷനെ ചോദ്യം ചെയ്യുന്ന ഒരു സ്ത്രീയെ പോലും അവളുടെ കൂടെ നിന്ന് സംസാരിക്കുവാൻ, അവൾക്ക് വേണ്ടി വാദിക്കുവാൻ ആ ബസ്സിലുള്ള സ്ത്രീ യാത്രക്കാർ പോലും തയ്യാറാകുന്നില്ല. മൗനം ഭജിച്ചുകൊണ്ട് ഇവളേത് തന്റേടി എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹമാണ് ഇന്ന് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു വിധേയത്വത്തിന്റെ പാഠങ്ങൾ എല്ലാം സഹിച്ചുകൊണ്ട് ജീവിക്കുക എന്ന പാഠം നൽകപ്പെട്ടതുകൊണ്ട് തന്നെ പൊതുസമൂഹത്തിൽ സ്ത്രീയുടെ പങ്കാളിത്തം ഇന്ന് വളരെ കുറവാണ് എന്ന് നമുക്കറിയാം. രാഷ്ട്രീയ പൊതുരംഗങ്ങളിലുള്ള സ്ത്രീയുടെ അഭാവം പ്രബുദ്ധ കേരളത്തിൽ ഒരു വൈരുദ്ധ്യമായി നിലനിൽക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. കേരളത്തിന്റെ സാമൂഹ്യ വികസനത്തെക്കുറിച്ച് സംസാരിക്കുന്നവരൊക്കെയും അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നടത്തിയവരൊക്കെയും സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ കേരളത്തിൽ സാമൂഹ്യ വികസനം നടക്കുന്നത് ഇവിടുത്തെ ഉയർന്ന സ്ത്രീ സാക്ഷരത കൊണ്ടാണ് എന്ന്. പക്ഷേ സാമൂഹികമായി കേരളത്തിലെ സ്ത്രീ മുൻപന്തിയിലാണ് എന്ന് പറയപ്പെടുന്നുവെങ്കിലും യഥാർത്ഥത്തിൽ അവളുടെ ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് അവൾ നേടിയെന്ന് പറയുന്ന വിദ്യാഭ്യാസ സാമൂഹ്യ പുരോഗതിക്ക് ആനുപാതികമല്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. തനതായ വ്യക്തിത്വവും ബൗദ്ധിക സാംസ്കാരിക മേഖലകളിൽ തന്റേതായ കഴിവുകൾ അർപ്പിക്കാൻ കഴിവുള്ളവളും സ്ത്രീ എന്ന് ഈ സമൂഹത്തിൽ അംഗീകാരം അവൾക്ക് ലഭിക്കുന്നുണ്ടോ? സമൂഹം അവളെ അംഗീകരിക്കുന്നുണ്ടോ? മുഖ്യധാര കേരള സമൂഹത്തിൽ പ്രത്യേകിച്ചും വിദ്യാഭ്യാസ രാഷ്ട്രീയ മേഖലകളിലൊക്കെ സ്ത്രീ പങ്കാളിത്തം ജനസംഖ്യാനുപാതികമായി നോക്കുമ്പോൾ വളരെ കുറവാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. പുരോഗമന പ്രസ്ഥാനങ്ങളിലും രാഷ്ട്രീയ പാർട്ടികളുടെ സമിതികളിലുമൊക്കെ ഇതുതന്നെയാണ് അവസ്ഥ. കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ സ്ത്രീപീഡന കേസുകൾ 4 ഇരട്ടിയായിട്ടും അതിനെക്കുറിച്ച് മൗനം പാലിക്കുന്ന പലരുമുണ്ട്. അവരൊക്കെയും ദേശീയ അന്തർദേശീയ വിഷയങ്ങളിൽ വ്യക്തമായ കാഴ്ചപ്പാടുകളും നിലപാടുകളും അഭിപ്രായങ്ങളും ഉള്ളവരാണ് എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആത്യന്തികമായി സ്ത്രീ ഒരു മനുഷ്യ സൃഷ്ടിയാണെന്നും അവളിലും ചില കഴിവുകളുണ്ടെന്നും ആ കഴിവുകൾ സമൂഹ നന്മയ്ക്ക് പ്രയോജനപ്പെടുത്തണമെന്നും അത് സമർപ്പിക്കാനുള്ള കഴിവ് അവൾക്കുണ്ട് എന്നും അത് അവളുടെ മനുഷ്യ അവകാശമാണ് എന്നും അംഗീകരിക്കുന്ന ഒരു സമൂഹം ഇവിടെ വരേണ്ടതുണ്ട്. പുതിയ സാമൂഹ്യ സംവിധാനത്തിൽ സ്ത്രീയുടെ സുരക്ഷിതത്വം എന്ന് പറയുന്നത് സാമൂഹികമായ ഒരു ആവശ്യം കൂടിയാണ്. ഇത് സമൂഹത്തിന്റെ ആവശ്യമാണ്, സ്ത്രീയുടെ മാത്രം ആവശ്യമല്ല. കാരണം സൃഷ്ടിപരമായ കഴിവുകൾ വികസിക്കുക എപ്പോഴും സുരക്ഷിതത്വമുള്ള സമൂഹത്തിലാണ്, സ്വാതന്ത്ര്യമുള്ള സമൂഹത്തിലാണ്. നമ്മിൽ ഓരോരുത്തരിലും കുടികൊണ്ടിട്ടുള്ള കഴിവുകളെ വളർത്തുവാനും പരിപോഷിപ്പിക്കുവാനും സാധിക്കുക അടിമത്തത്തിന്റെയോ പീഡനത്തിന്റെയോ അന്തരീക്ഷത്തിലല്ല, സ്വാതന്ത്ര്യത്തിന്റെയും സമാധാനത്തിന്റെയും സുരക്ഷിതത്വത്തിന്റെയും അന്തരീക്ഷത്തിൽ മാത്രമേ സ്ത്രീക്ക് അവളുടെ കഴിവുകളെ കണ്ടെത്തുവാനും വളർത്തുവാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഒന്നാമതായി വേണ്ടത് അവളുടെ വ്യക്തിത്വം സമൂഹത്തിൽ സ്ഥാപിച്ചെടുക്കുകയാണ്. സമൂഹം അവളെ അംഗീകരിക്കേണ്ടിയിരിക്കുന്നു. മനുഷ്യ സൃഷ്ടി എന്ന നിലയിൽ, മനുഷ്യൻ എന്ന നിലയിലുള്ള അവളുടെ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കാൻ, അവളെ അംഗീകരിക്കാൻ സമൂഹം തയ്യാറാകേണ്ടതുണ്ട്. രണ്ടാമതായി വേണ്ടത് സ്ത്രീ അവളുടെ സത്വം തിരിച്ചറിയണം. അവളുടെ വ്യക്തിത്വത്തെക്കുറിച്ച് അവൾക്കൊരു ബോധമുണ്ടാകണം. അടുക്കളയ്ക്കും അകത്തളത്തിനും കിടപ്പുമുറിക്കും അപ്പുറം അനുഭവത്തിന്റെയും അറിവിന്റെയും ആവിഷ്കാരത്തിന്റേതുമായ ഒരു ലോകമുണ്ട് എന്ന് സ്ത്രീ എപ്പോൾ തിരിച്ചറിയുന്നുവോ അപ്പോഴാണ് അവളുടെ വ്യക്തിത്വം കാത്തുസൂക്ഷിക്കാൻ അല്ലെങ്കിൽ ആ വ്യക്തിത്വം സ്ഥാപിക്കാൻ അവൾക്ക് സാധിക്കുകയുള്ളൂ. ഇങ്ങനെ സ്വയം സ്ത്രീകൾ തിരിച്ചറിയുകയും അതോടൊപ്പം സമൂഹത്തിന്റെ അംഗീകാരം കൂടിയാകുമ്പോൾ അവളുടെ കഴിവുകൾ വളർത്തിയെടുത്തുകൊണ്ട് ഒരു സാമൂഹ്യ വിപ്ലവത്തിന് തീർച്ചയായും സാധിക്കും. പക്ഷേ അപ്പോഴും അവിടെ നമുക്ക് വേണ്ട അനിവാര്യമായ സംഗതി വിദ്യാഭ്യാസമാണ്. സ്ത്രീകൾക്ക് അവരുടെ പ്രകൃതിദത്തമായ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനും അത് വിവേകപൂർവ്വം ഉപയോഗിക്കുന്നതിനും വിദ്യാഭ്യാസം അത്യാവശ്യമാണെന്ന ഗാന്ധിജിയുടെ വാക്കുകൾ അത് ഭാരത സ്ത്രീയെ നോക്കിക്കൊണ്ടുള്ള വാക്കുകളായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. വിദ്യാഭ്യാസം കൊണ്ട് മാത്രമേ മനുഷ്യന് ഉയരങ്ങളിലെത്താൻ കഴിയൂ എന്ന് ഡോക്ടർ അംബേദ്കർ പറഞ്ഞതും വിദ്യാഭ്യാസം ഇല്ലാത്തതാണ് സകലവിധ ആപത്തുകൾക്കും കാരണമെന്ന് സോക്രട്ടീസ് പറഞ്ഞതുമൊക്കെ നാം ഇത്തരുണത്തിൽ അർത്ഥവത്തായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്കറിയാം
നമുക്കറിയാം, ഇന്ന് നമ്മുടെ നാട്ടിൽ സ്ത്രീകളുടെ സുരക്ഷിതത്വത്തിന് ആവശ്യമായ നിയമങ്ങളും ചട്ടങ്ങളും ഒരുപാടുണ്ട്. പക്ഷേ അത് അനുഭവിക്കാനുള്ള ഭാഗ്യമോ സ്വാതന്ത്ര്യമോ സ്ത്രീകൾക്ക് ലഭിക്കാതെ പോകുന്നത് അറിവില്ലായ്മ കൊണ്ടാണ്, അജ്ഞത കൊണ്ടാണ്. വിദ്യാഭ്യാസമുണ്ടെങ്കിൽ മാത്രമേ എന്തൊക്കെ അവകാശങ്ങളാണ് നമുക്ക് നൽകപ്പെട്ടിട്ടുള്ളതെന്ന്, പടച്ചതമ്പുരാൻ എന്തൊക്കെ അവകാശങ്ങൾ നമുക്ക് തന്നു, ഭരണഘടന എന്തൊക്കെ അവകാശങ്ങൾ നമുക്ക് വകവെച്ചു തന്നു എന്ന് അറിയുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണ് സ്ത്രീക്ക് തീർച്ചയായും ഈ രംഗത്ത് മുന്നേറാൻ സാധിക്കുക. എല്ലാ കാര്യത്തിലും മറ്റുള്ളവർ സഹായിക്കും, നിയമം സഹായിക്കും, മുതിർന്നവരും ഭർത്താവും മക്കളും തുണയ്ക്കുണ്ടാകുമെന്ന് കരുതി സമാധാനിക്കുന്ന ഒരു ശീലമല്ല വേണ്ടത്. നേരെ മറിച്ച് സുരക്ഷയും സംരക്ഷണവും സ്വന്തം ഉത്തരവാദിത്തം കൂടിയാണ് എന്ന വിവേകമാണ് സ്ത്രീകൾക്കുണ്ടാകേണ്ടത്. അങ്ങനെ സുരക്ഷിതമായ ഒരു അന്തരീക്ഷത്തിൽ സ്വന്തം കഴിവുകളെ വളർത്തിയെടുത്തുകൊണ്ട് സമൂഹ സൃഷ്ടിക്ക് വേണ്ടി അത് ഉപയോഗപ്പെടുത്താൻ അവൾക്ക് സാധിക്കേണ്ടതുണ്ട്. ലോകത്തിന്റെ ചലനങ്ങൾ അവൾ മനസ്സിലാക്കണം. നല്ലൊരു സമൂഹത്തിന്റെ സൃഷ്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സ്ത്രീ ലോകത്തിന്റെ ചലനങ്ങൾ എന്ത് എന്ന് മനസ്സിലാക്കണം. ഇവിടെ നടക്കുന്ന അനീതിയും അധർമ്മവും അശ്ലീലതയും ഒക്കെ കാണുമ്പോൾ അതിനെതിരെ ശബ്ദിക്കുവാനുള്ള ആത്മവിശ്വാസവും മനോബലവും നമുക്ക് നേടിയെടുക്കാൻ കഴിയുക വിജ്ഞാന സമ്പാദനത്തിലൂടെ മാത്രമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. വിദ്യാഭ്യാസമില്ലാതെ, അറിവില്ലാതെ, ഈ ലോകത്തിന്റെ ചലനങ്ങൾ അറിയാതെ ഇവിടെയുള്ള അശ്ലീലതയ്ക്കെതിരെ, അധാർമികതയ്ക്കെതിരെ, അസത്യത്തിനെതിരെ, അനീതിക്കെതിരെ ശബ്ദിക്കുവാനോ പ്രതികരിക്കുവാനോ പ്രതിഷേധിക്കുവാനോ നമുക്ക് സാധിക്കുകയില്ല എന്ന തിരിച്ചറിവ് നമ്മൾക്കുണ്ടാകേണ്ടതുണ്ട്. തീർച്ചയായും സത്യത്തിനും നീതിക്കും വേണ്ടി ശബ്ദിക്കുന്നതിൽ ആരെയും പേടിക്കേണ്ട കാര്യമില്ല. മുൻകാലങ്ങളിൽ ഇത്തരം ശ്രമങ്ങൾ നടത്തിയതിന്റെ ഫലമായി പല അവകാശങ്ങളും നമ്മൾ നേടിയെടുത്തിട്ടുണ്ട്. യഥാർത്ഥ വിദ്യാഭ്യാസം നേടുകയും നമ്മുടെ അവകാശങ്ങൾ യഥാവിധി തിരിച്ചറിയുകയും ചെയ്തതിന്റെ ഫലമായിട്ടാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കേരളത്തിലെ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചും മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസം നിഷിദ്ധമാണ് എന്ന് പറഞ്ഞിരുന്ന കാലഘട്ടത്തിൽ നിന്നും ഇന്ന് നാം ഒട്ടേറെ മുമ്പിൽ കടന്നുപോയി. എങ്ങനെയെന്ന് ചോദിച്ചാൽ, ത്വലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ, മുസ്ലിമായ പുരുഷനെന്ന് മാത്രമല്ല മുസ്ലിമായ സ്ത്രീക്കും വിദ്യാഭ്യസിക്കൽ നിർബന്ധമാണ് എന്ന് പഠിപ്പിച്ച ഇസ്ലാമിന്റെ ആശയം മനസ്സിലാക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്തപ്പോഴാണ് നാം ഈ രംഗത്ത് മുന്നോട്ട് പോയത്. ഇത് പുരുഷന്മാർ സമരം ചെയ്ത് നേടിയെടുത്തൊരവകാശമല്ല. ഇത് സ്ത്രീകൾ തന്നെ രംഗത്ത് വന്നപ്പോൾ, സ്ത്രീകൾ തന്നെ മനസ്സിലാക്കിയപ്പോൾ, അവർ തന്നെ മുന്നിട്ടിറക്കിയപ്പോൾ നേടിയ ഒരു നേട്ടമാണ് വിദ്യാഭ്യാസ രംഗത്ത് നാം നേടിയ നേട്ടം. അതുപോലെ തന്നെ ഇന്ന് പലപ്പോഴും പലയിടങ്ങളിലായി കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം സ്ത്രീകളുടെ പള്ളിപ്രവേശനം, അവിടെയും പടച്ചതമ്പുരാനും റസൂലും നമുക്കനുവദിച്ച അവകാശമുണ്ട്. ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹ്, അല്ലാഹുവിന്റെ അടിമകളായ സ്ത്രീകളെ നിങ്ങൾ പള്ളിയിൽ നിന്നും വിലക്കരുത്, അവരെ നിങ്ങൾ തടയരുത് എന്ന് പഠിപ്പിച്ച ആ റസൂലിന്റെ കൽപ്പന, ഇസ്ലാമിന്റെ ആഹ്വാനം, നമ്മുടെ അവകാശം, പടച്ചതമ്പുരാൻ നൽകിയ അവകാശം, അത് മനസ്സിലാക്കിയപ്പോഴാണ്, അത് തിരിച്ചറിഞ്ഞപ്പോഴാണ്, അതിനെക്കുറിച്ച് പഠിച്ചപ്പോഴാണ് നാം തീർച്ചയായും ഈ രംഗത്ത് മുന്നോട്ട് പോയത്. ഇന്ന് നമുക്കറിയാം, പള്ളികളിലും ഈദ്ഗാഹുകളിലും ആയിരക്കണക്കിന് സ്ത്രീകളാണ് പെരുന്നാൾ ദിവസങ്ങളിലൊക്കെ ഒഴുകിയെത്തുന്നത് എന്ന് കാണുമ്പോൾ ഇതിനെ തടുക്കുവാൻ ഇവിടത്തെ പുരുഷ ശക്തിക്ക് കഴിയുമോ? നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഇനി ഈ സ്ത്രീകളെ ഈദ്ഗാഹുകളിൽ നിന്നും പള്ളികളിൽ നിന്നും മാറ്റി നിർത്തുവാൻ ഇവിടത്തെ പുരുഷന്മാർ ഒന്നടങ്കം സംഘടിച്ചാലും സാധ്യമാവുകയില്ല. കാരണം സ്ത്രീ തിരിച്ചറിഞ്ഞിരിക്കുന്നു അവളുടെ അവകാശമെന്ത് എന്ന്. രണ്ടുദാഹരണങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. ഈ വിധത്തിൽ സ്വന്തം അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനും തിന്മയ്ക്കും അനീതിക്കുമെതിരായുള്ള പോരാട്ടത്തിലും വ്യക്തിമുദ്ര പതിപ്പിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സ്ത്രീകളെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. മദ്യം, സ്ത്രീധനം, സ്ത്രീപീഡനം തുടങ്ങിയ വിഷയങ്ങളിൽ പുരുഷന്മാർ പ്രതികരിക്കുന്നതിനേക്കാൾ ഏറെ ഫലപ്രദമാവുക സ്ത്രീകൾ ശബ്ദിക്കുമ്പോഴാണ്. സ്ത്രീയുടെ വാക്കും പ്രതിഷേധവുമാണ് ഇതിൽ കൂടുതൽ ഫലപ്രദമാവുക. നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ തന്നെ സ്ത്രീകൾ തന്നെ സംഘടിച്ച്, പാവപ്പെട്ട നിരക്ഷരായ സാധാരണക്കാരായ സ്ത്രീകൾ സംഘടിച്ച് സാരായ ഷോപ്പുകൾ തല്ലിത്തകർത്ത സംഭവം നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുണ്ട്. അവിടെ നമുക്കറിയാം, ഈ സ്ത്രീകളുടെ ആയുധം തോക്കും വടിവാളുമായിരുന്നില്ല, വെറും കുറ്റിച്ചൂല് മാത്രമായിരുന്നു. ഒരു സ്ത്രീയുടെ കയ്യിലുള്ള കുറ്റിച്ചൂലിന്റെ മുമ്പിൽ മുട്ടുമടക്കുന്ന പുരുഷന്മാരെയാണ് നമുക്കെന്ന് കാണാൻ കഴിഞ്ഞത്. എന്ന് വരുമ്പോൾ സ്ത്രീകൾ സംഘടിച്ചുകൊണ്ട് ഇത്തരം രംഗങ്ങളിൽ രംഗത്തിറങ്ങിക്കഴിഞ്ഞാൽ അത് തടുക്കുവാൻ പുരുഷ ശക്തിക്ക് കഴിയുകയില്ല, സമൂഹം അതിന് ധൈര്യപ്പെടുകയില്ല എന്നതിന് ഇത്തരം സംഭവങ്ങൾ തന്നെ സാക്ഷിയാണ്. അശ്ലീല പോസ്റ്ററുകൾ, സ്ത്രീധനം, മദ്യം, സ്ത്രീപീഡനം തുടങ്ങിയ സ്ത്രീയെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളിൽ
സ്ത്രീയല്ലാതെ മറ്റാരാണ് ശബ്ദിക്കുക? സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലും അതുപോലെ ഇസ്ലാമിക ചരിത്രത്തിലുമൊക്കെ ഇത്തരം നീതിക്ക് വേണ്ടിയുള്ള ശബ്ദങ്ങൾ, സ്ത്രീ ശബ്ദങ്ങൾ നമ്മൾ ഒരുപാട് ദർശിച്ചിട്ടുണ്ട്. ആധുനിക യുഗത്തിൽ തന്നെ ടീസ്റ്റാ സെറ്റൽവാദിനെ പോലെ, അരുന്ധതി റോയിയെ പോലെ, മേധാ പട്കറെ പോലെയുള്ള സ്ത്രീ ശബ്ദങ്ങളെ നാം തിരിച്ചറിയേണ്ടതുണ്ട്. എന്നാൽ ഇങ്ങനെ സമൂഹത്തിൽ, സാമൂഹ്യ സംവിധാനത്തിൽ ഇവിടെ നന്മ നടപ്പാക്കുന്നതിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുമ്പോൾ ഒരിക്കലും നമ്മുടെ പ്രഥമവും പ്രധാനവുമായ ബാധ്യത നാം മറന്നുകൂടാ. നമ്മുടെ പ്രഥമവും അടിസ്ഥാനപരവുമായ ബാധ്യത സ്വന്തം കുടുംബത്തോട് തന്നെയാണ്. കാരണം സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകം കുടുംബമാണ്. കുടുംബത്തിന്റെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് സ്ത്രീയാണ്. പുത്ര പൗത്ര വധൂഭൃത്യൈ സമ്പൂർണമപി സർവദാ ഭാര്യാഹീന ഗൃഹസ്ഥസ്യ ശൂന്യമേവ ഗൃഹം മതം. പുത്രനും പൗത്രനും സഹോദരങ്ങളും എല്ലാം അടങ്ങിയ കുടുംബം, അവിടെ ഭാര്യ എന്ന ഘടകമില്ല എങ്കിൽ, സ്ത്രീ എന്ന ഘടകമില്ല എങ്കിൽ ശൂന്യമേവ ഗൃഹം മതം, ആ വീട് ശൂന്യമാണ് എന്നർത്ഥം. ഇങ്ങനെ വീടിന്റെ കടാവിളക്കായി നെടുംതൂണായി വർത്തിക്കുന്ന സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സുശക്തമായ ദാമ്പത്യ ബന്ധത്തിലൂടെ സ്നേഹകാരുണ്യ വികാരങ്ങളിൽ അധിഷ്ഠിതമായ ഒരു കുടുംബജീവിതം സ്ഥാപിച്ചെടുക്കുക എന്നതാണ് നമ്മുടെ പ്രഥമവും പ്രധാനവുമായ ബാധ്യത. എന്നാൽ ഇന്ന് നമ്മൾ കാണുന്നതോ ശിഥിലമായ കുടുംബങ്ങൾ, അറ്റുപോകുന്ന കുടുംബ ബന്ധങ്ങൾ, പെരുകുന്ന വിവാഹമോചനങ്ങൾ, തകരുന്ന ദാമ്പത്യ ബന്ധങ്ങൾ. ഇതാണ് ഇന്നത്തെ സമൂഹത്തിന്റെ നേർക്കാഴ്ചയായി നമുക്ക് കാണാൻ കഴിയുന്നത്. മാതാപിതാക്കളാണെങ്കിൽ തിരക്കുപിടിച്ച മാതാപിതാക്കളുടെ ജീവിതത്തിനിടയിൽ ഒരു നിമിഷം പോലും അവരോടൊപ്പം ഇരിക്കാൻ കഴിയാതെ തികഞ്ഞ ഏകാന്തത അനുഭവിക്കുന്ന മക്കൾ. എന്നിട്ട് നമ്മൾ ചെയ്യുന്നതോ ആവശ്യത്തിലേറെ പണം, അതിലേറെ സൗകര്യവും നൽകി നമ്മുടെ മക്കളെ നാം സ്വതന്ത്രരായി വിഹരിക്കാൻ വിട്ടിരിക്കുകയാണ്. മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും ഇന്റർനെറ്റിന്റെയും ഒക്കെ ദൂഷ്യഫലങ്ങൾ അവരെങ്ങനെ ബാധിക്കുന്നു എന്ന്, അതിന്റെയൊക്കെ നല്ല വശങ്ങൾ മാത്രം ഉപയോഗപ്പെടുത്താൻ അവരെ പഠിപ്പിക്കാതെ അതൊക്കെയും ദുരുപയോഗം ചെയ്തുകൊണ്ട് അതൊരു പക്ഷേ പുതിയ തലമുറയെ മാത്രമല്ല കുടുംബിനികളെ പോലും സ്വാധീനിച്ചിരിക്കുന്നു. മൊബൈലിന്റെയും ഇന്റർനെറ്റിന്റെയും ഒക്കെ ഈ വലയം കുടുംബിനികളെ പോലും വലയം ചെയ്തിരിക്കുന്നു. നമ്മൾക്കറിയാം, നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഉറക്കമില്ലാത്ത രാത്രികൾ സമ്മാനിച്ചുകൊണ്ട് അനാരോഗ്യകരമായ സൗഹൃദ ബന്ധങ്ങൾ സ്ഥാപിച്ചെടുക്കുന്ന ഇത്തരം ബന്ധങ്ങൾ അവസാനം ഒളിച്ചോട്ടത്തിലും ആത്മഹത്യയിലും വരെ ചെന്നെത്തുന്ന സംഭവങ്ങൾ കേരളത്തിൽ തന്നെ എത്രയെത്ര റിപ്പോർട്ട് ചെയ്തു എന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇന്ന് കുടുംബിനികൾ കുടുംബത്തോടുള്ള ദൗത്യം മറന്നുപോയോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. പലപ്പോഴും സ്ത്രീ സ്വന്തം ദൗത്യവും സ്വന്തം കടമകളും വിസ്മരിക്കുകയാണെന്ന് മുഴുവൻ സ്ത്രീകളെയും ഉദ്ദേശിച്ചല്ല പറയുന്നതെങ്കിലും സമൂഹത്തിൽ അവിടെവിടെയായി കാണുന്ന സത്യങ്ങൾ പറയുന്നു എന്ന് മാത്രം. ഇഫ് എ മാൻ ഈസ് എഡ്യൂക്കേറ്റഡ്, ഓൺലി ഹി ഈസ് എഡ്യൂക്കേറ്റഡ്. ഇഫ് എ വുമൺ ഈസ് എഡ്യൂക്കേറ്റഡ്, ദ ഹോൾ ഫാമിലി ഈസ് എഡ്യൂക്കേറ്റഡ് എന്ന് പറഞ്ഞതുപോലെ ഒരു പുരുഷന് വിദ്യാഭ്യാസം ലഭിച്ചാൽ പുരുഷൻ എന്ന വ്യക്തി മാത്രമേ വിദ്യാസമ്പന്നനാകുന്നുള്ളൂ. സ്ത്രീക്കാണ് വിദ്യാഭ്യാസം ലഭിക്കുന്നതെങ്കിൽ അതിലൂടെ അവൾ ഉൾക്കൊള്ളുന്ന കുടുംബം മുഴുവൻ വിദ്യാസമ്പന്നമാകും എന്ന് പറഞ്ഞ സത്യം. തൊട്ടിലാട്ടുന്ന കൈകൾ ലോകം ഭരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ തൊട്ടിലാട്ടുന്ന കൈകളിലൂടെയാണ് ലോകം ഭരിക്കുന്ന നേതാക്കളും ലോകം ഭരിക്കുന്ന രാഷ്ട്രനായകന്മാരും ചിന്തകന്മാരും മഹത്തുക്കളായ പുരുഷന്മാരും ഇവിടെ ജന്മം കൊള്ളിട്ടുള്ളത് എന്ന സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മക്കൾക്ക് മുമ്പിൽ മാതൃകയാകാൻ ഇന്ന് സ്ത്രീകൾക്ക് സാധിക്കുന്നുണ്ടോ? നമുക്കറിയാം, 200-300 എപ്പിസോഡുകളുള്ള സീരിയലുകൾക്ക് മുമ്പിൽ ചടഞ്ഞിരുന്നുകൊണ്ട് മയക്കുമരുന്നിനോടെന്ന പോലെയുള്ള ഒരുതരം ആസക്തിയിലാണ് ഇന്ന് പല കുടുംബിനികളും അകപ്പെട്ടിരിക്കുന്നത്. സ്ത്രീ അവളുടെ കഴിവുകൾ തിരിച്ചറിയേണ്ടതുണ്ട്. പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ അൽമർഅതു റായിയത്തുൻ ഫീ ബൈതി സൗജിഹാ വഹിയ മസ്ഊലത്തുൻ അൻ റഈഹാ. സ്ത്രീ അവളുടെ ഭർതൃഗൃഹത്തിൽ ജനിക്കുക, വളരുക, മക്കളുണ്ടാകുക, ഒരു സമയം വരെ അവയെ പോറ്റുക, അതിനുശേഷം മരിച്ചു വീഴുക എന്നത്. ഇതിലപ്പുറം മനുഷ്യനൊന്നും ചെയ്യാനില്ലേ? സ്ത്രീക്കൊന്നും ചെയ്യാനില്ലേ? തീർച്ചയായും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മരണശേഷം നല്ല ചില അടയാളങ്ങൾ ഈ സമൂഹത്തിൽ അവശേഷിപ്പിച്ചിട്ട് വേണം നമുക്കിവിടെ നിന്നും യാത്രയാകുവാൻ. സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തുവോ എന്ന് നമ്മൾ ചിന്തിക്കുക. ദൈവം നമുക്ക് നൽകിയ വിശേഷ ബുദ്ധിയും ചിന്താ പാഠവുമൊക്കെ, വിവേചന പാഠവുമൊക്കെ നല്ലൊരു കുടുംബ സംവിധാനത്തിനും നല്ലൊരു സാമൂഹ്യ സംവിധാനത്തിനും വേണ്ടി നാം ഉപയോഗിക്കുമ്പോൾ മാത്രമേ നമ്മുടെ സ്ത്രീ ജന്മം സാർത്ഥകമാവുകയുള്ളൂ എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. എന്നാൽ ഇതിനർത്ഥം ഒരിക്കലും പുരുഷനാകാൻ ശ്രമിക്കലോ പുരുഷനെ അനുകരിക്കലോ പുരുഷനോട് മത്സരിക്കലോ അല്ല സ്ത്രീയുടെ ധർമ്മം. ഒരിക്കലും അതല്ല അവളുടെ ധർമ്മം. സ്ത്രീത്വം ചോർന്നു പോകാതെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് അവളുടെ അന്തസ്സും അഭിമാനവും സംരക്ഷിച്ചുകൊണ്ട് തന്നെ മാന്യമായ രീതിയിൽ വിദ്യാഭ്യാസ, രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹ്യ, സാഹിത്യ, മാധ്യമ മേഖലകളിലൊക്കെ തന്നെ അവൾക്ക് അവളുടേതായ സേവനങ്ങൾ അർപ്പിക്കുവാൻ സാധിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പുരുഷന്മാർക്ക് അവകാശപ്പെടാൻ സാധിക്കാത്തത്ര ഒരുപാട് ഗുണങ്ങളുടെ നിറകുടമാണ് സ്ത്രീ എന്ന് നമ്മൾ തിരിച്ചറിയണം. പടച്ചതമ്പുരാൻ നമുക്ക് കനിഞ്ഞരുളിയ ഒരുപാട് ഗുണങ്ങളുണ്ട്. സ്നേഹം, കാരുണ്യം, അനുകമ്പ, സഹാനുഭൂതി, സഹനം, ക്ഷമ തുടങ്ങി ഒരുപാട് ഗുണങ്ങളുടെ നിറകുടമായ സ്ത്രീ ഈ ഗുണങ്ങൾ
ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സ്വന്തം കുടുംബത്തെ നല്ലൊരു അസ്ഥിവാരത്തിൽ പടുത്തുയർത്തുവാൻ അവൾക്ക് സാധിക്കേണ്ടതുണ്ട്. ആ കുടുംബത്തിൽ നമ്മുടെ രക്തത്തിലൂടെ പിറക്കുന്ന നമ്മുടെ മക്കൾക്ക് നല്ല സന്മാർഗ ഉപദേശങ്ങൾ നൽകുവാനും അവരെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരുവാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. ഒപ്പം നമുക്ക് ചുറ്റും നടക്കുന്ന ഈ തിന്മകളുണ്ടല്ലോ, അശ്ലീലതയുടെയും അധാർമികതയുടെയും അനാചാരത്തിന്റെയും അതിക്രമത്തിന്റെയും അനീതിയുടെയും അസത്യത്തിന്റേതുമായ വേരുകൾ അത് പിഴുതെറിയുവാൻ പുരുഷനോടൊപ്പം നിന്ന് പ്രവർത്തിക്കേണ്ട ബാധ്യതയാണ് സ്ത്രീകൾക്കുള്ളത്. ഇത് ചരിത്രത്തിലെമ്പാടും നമുക്ക് കാണാൻ കഴിയുന്ന സംഗതിയാണ്. മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പടച്ചതമ്പുരാൻ ഇത് നമ്മിൽ ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തമാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. തീർച്ചയായും പുരുഷനും സ്ത്രീയും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ സമൂഹമാകുന്ന ഈ വാഹനം മുമ്പോട്ട് ചലിക്കുകയുള്ളൂ. ഈ വാഹനത്തിന്റെ 2 ചക്രങ്ങളാണ് പുരുഷനും സ്ത്രീയും. ഒരു ചക്രം ചലിക്കുകയും ഒരു ചക്രം നിശ്ചലമാവുകയും ചെയ്താൽ സമൂഹത്തിന്റെ ഗതി സുഗമമാവുകയില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾക്ക് മുമ്പിൽ പതറാതെ പിടിച്ചു നിൽക്കാനുള്ള ഒരു ത്രാണിയും ശക്തിയും നമുക്കുണ്ടാകേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, ഈ രീതിയിൽ സ്ത്രീയുടെ പ്രഥമ ബാധ്യതയായ കുടുംബ സംവിധാനം, അതോടൊപ്പം തന്നെ സാമൂഹ്യ സംവിധാനം, ഈ സമൂഹത്തിൽ ഇന്ന് തഴച്ചു വളർന്നുകൊണ്ടിരിക്കുന്ന തിന്മകളെ ഇല്ലായ്മ ചെയ്യുവാൻ, അതിനെതിരെ പ്രതികരിക്കുവാൻ, പ്രതിഷേധിക്കുവാൻ, അത് വാക്കുകൊണ്ടാണെങ്കിൽ വാക്കുകൊണ്ട്, പേന കൊണ്ടാണെങ്കിൽ പേന കൊണ്ട്, പ്രസംഗം കൊണ്ടാണെങ്കിൽ പ്രസംഗം കൊണ്ട്, എഴുത്തിലൂടെയാണെങ്കിൽ അങ്ങനെ എങ്ങനെയാണോ നിങ്ങൾക്ക് സാധിക്കുക അതിനുള്ള ആ രീതിയിൽ അത് ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. തമ്പുരാന്റെ മുമ്പിൽ നാം തീർച്ചയായും ഇതിനൊക്കെയും സമാധാനം പറയേണ്ടവരാണ്, നിസ്സംഗരായിരിക്കേണ്ടവരല്ല. നമ്മുടെ ശക്തി നാം തിരിച്ചറിയണം. നമ്മുടെ പെൺമക്കളെ വളർത്തുമ്പോൾ പ്രിയമുള്ള മാതാക്കളോട് എനിക്ക് പറയാനുള്ളത്, ഒരുപാട് കഴിവുകൾ നൽകിയാണ് പടച്ചതമ്പുരാൻ ആണിനെയായാലും പെണ്ണിനെയായാലും ഈ ഭൂമുഖത്ത് സൃഷ്ടിച്ചിട്ടുള്ളത്. നമ്മുടെ പെൺമക്കളെ വളർത്തുമ്പോൾ പ്രിയമുള്ള മാതാക്കളോട് എനിക്ക് പറയാനുള്ളത്, ഒരുപാട് കഴിവുകൾ നൽകിയാണ് പടച്ചതമ്പുരാൻ ആണിനെയായാലും പെണ്ണിനെയായാലും ഈ ഭൂമുഖത്ത് സൃഷ്ടിച്ചിട്ടുള്ളത്. നമ്മുടെയൊക്കെ മടിത്തട്ടിൽ വളർന്നു വരുന്ന പെൺകുട്ടികൾക്ക് ഒരുപാട് കഴിവുകളുണ്ട്. ഇന്നത്തെ പത്രത്തിൽ തന്നെ ഞാൻ വായിച്ച ഒരു റിപ്പോർട്ട് നിങ്ങളേവരും വായിച്ചു കാണും. ബോംബെയിലെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആറ്റോമിക് റിസർച്ച് സെന്ററിലെ അവിടെ നടത്തിയ ഒരു പ്രബന്ധ മത്സരത്തിൽ, ദേശീയ പ്രബന്ധ മത്സരത്തിൽ ഒരു മുസ്ലിം പെൺകുട്ടിയാണ് 1ാം സമ്മാനത്തിന് അർഹയായത്. അത് വായിച്ചപ്പോൾ ഞാൻ ചിന്തിച്ചു, ഈ കുട്ടിയുടെ ഭാവി എങ്ങനെയായിരിക്കും? ഇതുപോലെ സയന്റിഫിക് ഫീൽഡിൽ നല്ലൊരു പ്രബന്ധം അവതരിപ്പിച്ചുകൊണ്ട് 31 പേരിൽ നിന്നും സെലക്ട് ചെയ്യപ്പെട്ട ആ കുട്ടി, കേരളത്തിൽ നിന്നും 3 പേർ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. 2ാം സ്ഥാനം രാജസ്ഥാനിലോ മറ്റോ ആണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു മുസ്ലിം പെൺകുട്ടി ആ രംഗത്തേക്ക് ഉയർന്നു വന്നപ്പോൾ ഈ കുട്ടിയുടെ ഭാവി എങ്ങനെയായിരിക്കുമെന്ന് ഞാനൊരു വേള ചിന്തിച്ചുപോയി. കാരണം ഈ കുട്ടിയെയും നേരത്തെ പറഞ്ഞതുപോലെ വിവാഹം കഴിച്ചയക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് വളർത്തുന്നതെങ്കിൽ തീർച്ചയായും അവളെ സംബന്ധിച്ചിടത്തോളം ഒരു പരിധി കഴിഞ്ഞാൽ അവളുടെ കഴിവുകൾ അവിടെ കൂമ്പടയുകയാണ്. അതല്ല നമുക്ക് വേണ്ടത്. നമ്മുടെ പെൺമക്കളിലുള്ള കഴിവുകളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുവാൻ മാതാപിതാക്കൾ തയ്യാറാകേണ്ടതുണ്ട്. തീർച്ചയായും സ്ത്രീ എപ്പോഴും വളരുക പുരുഷന്റെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാകുമ്പോഴാണ് എന്ന തിരിച്ചറിവ് പുരുഷന്മാർക്കും ഉണ്ടാകേണ്ടതുണ്ട്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് പ്രാരാബ്ധങ്ങൾക്ക് നടുവിൽ നിന്നുകൊണ്ട് സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട അന്തരീക്ഷത്തിൽ കഴിവുകൾ വളർത്തുക എന്നത് സ്വാഭാവികമല്ല. അപ്പോൾ ഒരു പുരുഷന്റെ സപ്പോർട്ടും പുരുഷന്റെ സഹകരണവും ഉണ്ടെങ്കിൽ തീർച്ചയായും ആ സ്ത്രീക്ക് സ്വന്തം കഴിവുകളെ വളർത്താൻ കഴിയും. അതുകൊണ്ട് നിങ്ങളുടെ പെൺമക്കളെ നിങ്ങൾ പറഞ്ഞു പഠിപ്പിക്കേണ്ടത് ഇങ്ങനെയാണ്. അഥവാ സമൂഹത്തോടും കുടുംബത്തോടുമുള്ള അവരുടെ ബാധ്യതയെക്കുറിച്ച്, കുടുംബത്തോട് മാത്രമല്ല സമൂഹത്തോടുമുള്ള അവരുടെ ബാധ്യതയെക്കുറിച്ച് നാം അവരെ പറഞ്ഞു മനസ്സിലാക്കുക. വിവാഹം കഴിച്ചയക്കുന്നതോടുകൂടി എല്ലാ ഗുണങ്ങളും എല്ലാ കഴിവുകളും ഒരു മൂലയ്ക്ക് വെക്കുന്ന ഒരവസ്ഥയിലേക്കല്ല, നല്ല രീതിയിൽ സമൂഹത്തോടുള്ള പ്രതിബദ്ധത കാത്തുസൂക്ഷിക്കുന്ന ഒരു വിഭാഗം പെൺകുട്ടികളെ നമ്മൾ വളർത്തിയെടുക്കുക. ആൺകുട്ടികളെയും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ യുവതലമുറയൊക്കെ വഴിതെറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണെന്ന് നമുക്കറിയാം. അവിടെയും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ മക്കൾക്ക് ശരിയായ ദിശാബോധം നൽകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ നല്ല കുടുംബ സംവിധാനം, നല്ല സാമൂഹ്യ സംവിധാനം, ഇതിനുവേണ്ടി സ്ത്രീകളായ നമ്മൾ വളരെയധികം നമ്മുടെ ശക്തി മനസ്സിലാക്കിക്കൊണ്ട്, കഴിവ് മനസ്സിലാക്കിക്കൊണ്ട് ആർജവത്തോടുകൂടി രംഗത്ത് വരണം. തീർച്ചയായും ഇത് നമ്മുടെ പടച്ചതമ്പുരാൻ നമ്മെ ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്തമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ രംഗത്ത് വരേണ്ടതുണ്ട്. പടച്ചതമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.